നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതോ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ശ്രീദക്ഷിണാമൂർത്തയേ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം നമോ നാരായണായ. സനാതന ധർമ്മശാസ്ത്രങ്ങളിലെ മനുഷ്യഹിതത്തിന് വേണ്ടി പറഞ്ഞു വച്ചിട്ടുള്ള ജീവിത രീതിയെ അടിസ്ഥാനമാക്കിയാണ് ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചത്. സനാതനധർമ്മത്തിൻ്റെ സവിശേഷതകളിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. സനാതനധർമ്മത്തിൻ്റെ മൗലികമായ ഒരു ചിന്തനമാണ് ഈ പ്രാർത്ഥനാ മന്ത്രം. ഇതിൽ എല്ലാ പ്രാണികൾക്കും എല്ലാവർക്കും എപ്പോഴും സുഖം സംഭവിക്കട്ടെ, ദുഃഖമുണ്ടാകാതിരിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു. അതിൽ നിന്ന് മനസ്സിലാകുന്നത് വ്യാപകമായ ഒരു ചിന്താ രീതിയാണ്, അല്ലെങ്കിൽ പരിച്ഛിന്നമായ വൈയക്തികമായ തലത്തിൽ നിന്ന് മാറി സമസ്ത സൃഷ്ടിയെയും ഒരുമിച്ച് കാണാനുള്ള ഒരു ബോധതലം സനാതനധർമ്മത്തിനുണ്ട്. ഇത് ഈ അടുത്ത കാലത്തുണ്ടായതോ പരിണമിച്ചുണ്ടായതോ ഒന്നുമല്ല. വേദത്തിൻ്റെ വൈദിക ധർമ്മ ആചരണം അല്ലെങ്കിൽ വൈദിക കാലം മുതൽക്ക് തന്നെ അങ്ങനൊരു കാലവ്യവസ്ഥ പറയണമെങ്കിൽ എത്ര വിശ്വം ഭവത്യേകനീടം ഏകം സദ്വിപ്രാഹ ബഹുധാ വദന്തി ഏകഃ ഏവ ആത്മാ ബഹുധാ ഭവതി ഏകധാ ഭവതി ത്രിധാ ഭവതി. എവിടെയാണോ എല്ലാം ഒന്നാകുന്നത്, ഏതൊരു തത്വത്തിൽ നിന്ന് വ്യാപകമായി എല്ലാം ഒന്നാകുന്നു, ഒരേ തത്വത്തെ തന്നെ പല വാക്യങ്ങളിലൂടെ പല ശബ്ദങ്ങളിലൂടെ പല നാമങ്ങളിലൂടെ പ്രതിപാദിക്കുന്നു എന്നൊരു മഹത്തായ ചിന്താതലം ഉണ്ടായിരുന്നു. ആ ചിന്താതലത്തിൻ്റെ ഒരു പരിണാമമാണ്
വസുധൈവ കുടുംബകം എന്ന പഞ്ചതന്ത്രം എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു. പഞ്ചതന്ത്രം വളരെ സാമാന്യമായ ഒരു ഗ്രന്ഥമാണ്. അങ്ങനെ ഓരോ തലത്തിലും ഒരു കഥാഗ്രന്ഥമാണ് പഞ്ചതന്ത്രം. അപ്പൊ ആ തലത്തിൽ പോലും ഇങ്ങനൊരു വ്യാപകമായ കൺസെപ്റ്റ് ഉണ്ട്. ഇതിന്റെ പ്രത്യേകത മനുഷ്യര് മാത്രമാണ് എന്താ പറയാ ബുദ്ധിജീവികള്, മനുഷ്യർ മാത്രമാണ് ഉപഭോക്താക്കള്, മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതല്ലാതെ മറ്റുള്ളതെല്ലാം ഭിന്നമാണ് എന്ന് പറഞ്ഞാൽ നശ്വരമാണ്, ഒരു തരത്തില് വേണ്ടാത്തതാണ്, വേസ്റ്റാണ് എന്നൊക്കെ ചിന്തിക്കുന്ന, എന്നൊക്കെ വിചാരിക്കുന്ന ഒരു തലമുണ്ട്. ഭേദഭാവം സൃഷ്ടിക്കുന്ന ഒരു തലം. അപ്പൊ സാമൂഹ്യ വ്യവസ്ഥിതിയില് ഓരോരുത്തർക്കും ഓരോ കർത്തവ്യങ്ങളുണ്ട് എങ്കിലും എല്ലാ പ്രാണികളിലും ചൈതന്യവത്തായി കുടികൊള്ളുന്ന ഏക ചൈതന്യം, അതിന് വ്യത്യാസമില്ലാത്തത് കൊണ്ട് സുഖം എല്ലാവർക്കും ഉണ്ടാകണം, എല്ലാ പ്രാണികൾക്കും ഉണ്ടാകണമെന്ന് നമ്മുടെ വൈദിക പ്രാർത്ഥനകളിലുണ്ട്. ശം നോ അസ്തുതിപതേ ശം ചതുഷ്പതേ, വളരെ വ്യക്തമായാണ് അത് പറയുന്നത്. രണ്ട് കാലുകളുള്ളവർക്ക് സുഖമുണ്ടാകട്ടെ, ശം നോ അസ്തുതിപതേ. ചതുഷ്പതേ, 4 കാലുകളുള്ളവർക്കും സുഖമുണ്ടാകട്ടെ, എല്ലാ പ്രാണികൾക്കും സുഖമുണ്ടാകട്ടെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നലെ നമ്മൾ സംസാരിച്ച ആ ബ്രഹ്മചര്യ ആശ്രമത്തിന്റെ അധിഷ്ഠിതമായ ചില കാര്യങ്ങൾ അക്കാലത്ത് തന്നെ ധർമ്മബോധത്തിലൂടെ ഈ ഒരു മഹത്തായ എന്താ പറയാ ഒരു ലക്ഷ്യം, മഹത്തായ ഒരു ആദർശം, അത് ബ്രഹ്മചര്യ കാലത്ത് തന്നെ ആ കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്നു. അത് മാത്രമല്ല, സനാതന ധർമ്മത്തിന്റെ ആചാരങ്ങൾ ഒക്കെയും പരിസ്ഥിതിയെ പരിഗണിച്ചുകൊണ്ടാണ്. പരിസ്ഥിതി എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുപാടിൽ ഉള്ള വൃക്ഷലതാദികള്, നദി, തടാകങ്ങള്, കുളങ്ങള്, കാട്, മല, ഇതെല്ലാം, ഭൂമി, ആകാശം, വായു, ഇതെല്ലാം തന്നെ ഒരു സത്യത്തില്, ഒരു ധർമ്മത്തില്, ഒരു വ്യവസ്ഥിതിയിൽ നിൽക്കുന്നതാണ്. ഇതെല്ലാം ദേവന്മാരാണ്. ഭൂമി ദേവിയാണ്, ജലം ദേവതയാണ്, വായു ദേവതയാണ്, അഗ്നി ദേവതയാണ്. ഇതൊക്കെ നമുക്കറിയാം. ഇതിലെല്ലാം ദേവചൈതന്യമുണ്ട്. നദികളൊക്കെ ദേവീ രൂപങ്ങളാണ്. അതുകൊണ്ട് അവയൊക്കെ ആരാധിക്കണം, മലിനപ്പെടുത്താൻ പാടില്ല, ശുദ്ധമായി സംരക്ഷിക്കണം, വൃക്ഷങ്ങളെ പരിപാലിക്കണം എന്നൊക്കെയുള്ള ഭാവന ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നാം കാണുന്നത് മനുഷ്യനെ മാത്രമല്ല, തൻ്റെ കുടുംബത്തെ മാത്രമല്ല, എല്ലാവരെയും സംരക്ഷിക്കണം, എല്ലാവരും സുഖമായിരിക്കണം. പരസ്പര ആശ്രിതമായാണ് ഈ പ്രപഞ്ചം നടക്കുന്നത്. ഇപ്പൊ ബൃഹദാരണ്യകത്തിലൊക്കെ വളരെ വിശദമായിട്ട് 2-3 ബ്രാഹ്മണ ഭാഗങ്ങളിൽ വളരെ വിശദമായിട്ട് ഈ ഒരു സത്യത്തെ പറയുന്നുണ്ട്. മധുബ്രാഹ്മണം എന്നൊരു ബ്രാഹ്മണം ബൃഹദാരണ്യക ഉപനിഷത്തിലുണ്ട്. അതിന്റെ ആദ്യത്തെ 2 അധ്യായങ്ങൾ മധുക കാണ്ഡം എന്നാ പറയാ. അതില് ഈ പരസ്പര ആശ്രിതത്വത്തെ കാണിക്കുന്നു.
ഭൂമി ദേവി, ഭൂമിയായിരിക്കുന്ന ദേവി ചൈതന്യമാണ് ഭൂമിക്കുള്ളിലുള്ളത്. നമ്മുടെയൊക്കെ ശരീരത്തിൽ എങ്ങനെയാണോ ചൈതന്യമുള്ളത് അങ്ങനെ തന്നെയാണ് എന്ന സങ്കല്പമാണ്. നമ്മുടെ ഈ ശരീരം എങ്ങനെയാണോ കർമ്മഫലമായിട്ടുണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഭൂമിയും കർമ്മഫലമായിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഭൂമി മാതാവ് എന്ന സങ്കല്പം, ഭൂമി നമ്മുടെ കർമ്മം കൊണ്ടുണ്ടായി എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ജനിച്ചു വളരേണ്ടവരുടെ ഒരു കർമ്മ സംയോഗം, സമഗ്ര കർമ്മത്തെ ഒരുമിച്ച് എടുക്കുമ്പോഴുണ്ടാകുന്ന ഒരു ശക്തി, അതിൽ നിന്നാണ് ഭൂമിയുടെ നിർമ്മിതി. അതുപോലെ ആ ഭൂമി കർമ്മം നമ്മുടെ കർമ്മം കൊണ്ടുണ്ടാവുകയും നമുക്ക് ആ കർമ്മത്തിനുള്ള അവസരം തരികയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുന്നു, അങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നു എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഭൂമിയെ ദേവിയായിട്ട് കരുതുന്നത് കൊണ്ട് തന്നെ ഓരോ കാര്യങ്ങൾ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ ഭൂമിയെ പൂജിക്കുക, ഭൂമി പൂജനം. നമ്മളൊരു വൃക്ഷം നടുന്നതിന് മുമ്പും ഭൂമിയെ പൂജിക്കുന്നു. ഒരു വീടുണ്ടാക്കാൻ കുഴിയെടുക്കുമ്പോഴും ഭൂമി പൂജനം ചെയ്യുന്നു. ആദ്യം വാസ്തുപൂജനം, ഭൂമി പൂജനം, ശിലാന്യാസം, ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ക്രമം. അപ്പൊ ഇന്ന് നമ്മള് ശാസ്ത്രമൊക്കെ പഠിച്ച് നോക്കുമ്പോൾ ഇതൊക്കെ വെറും ഒരു വിശ്വാസം, ഒരു അന്ധവിശ്വാസം പോലെ തോന്നും. അങ്ങനെയാണ് എല്ലാവരും പറയാ, ഇതിലൊന്നും ഒരു കാര്യമില്ല. ഇപ്പൊ വീടിന് ഫൗണ്ടേഷൻ ഇടാൻ കുഴി കൊടുക്കുമ്പോ അവിടെ ഇപ്പൊ പൂജിച്ചിട്ട് ഇപ്പൊ എന്താ കിട്ടുന്നത്? എന്നിട്ട് ആ പൂജിച്ച സാധനങ്ങളൊക്കെ തോട്ടിക്കളയുകയും ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾ വിചാരിക്കുക. അതുകൊണ്ട് പലരും അത് ചെയ്യാറുമില്ല. പക്ഷെ ഇതാണ് നമ്മുടെ ധർമ്മത്തിന്റെ വൈശിഷ്ട്യം. അങ്ങനെ ഒരു ഭൂമി പൂജനം ചെയ്യുമ്പോൾ ഭൂമി എന്നുള്ള ആ ഒരു ഭാവത്തിലല്ല നമ്മള്, ഒരു മണ്ണാണ്, വെറും ഒരു മണ്ണാണ്, മണലാണ് എന്നുള്ള ഭാവത്തിലല്ല, മറിച്ച് നമ്മളെ എല്ലാം സഹായിക്കുന്ന, നമുക്ക് ഇതൊക്കെ തന്ന് അനുഗ്രഹിക്കുന്ന ഒരു ദേവിയാണ് അവിടെ ഉള്ളത്. കാരണം ബ്രഹ്മഭാവത്തില് ആത്മനഃ ആകാശ സംഭൂത ആകാശാത് വായു വായോരഗ്നി അഗ്നേരാപഃ അദ്ഭ്യ പൃഥിവി എന്നാണ്. ആത്മാവിൽ നിന്നാണ് ഈ പൃഥിവി ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ ഇന്നത്തെ വിജ്ഞാനം പറയുമ്പോൾ ഈ വിജ്ഞാനം പറയുന്നതൊക്കെ നമ്മളത് കണ്ണടച്ച് വിശ്വസിക്കുന്നു. വിശ്വസിച്ച് അതാണ് ശരിയെന്ന് വെച്ചങ്ങനെ ജീവിച്ചു പോകുന്നു. ആത്മാവിൽ നിന്ന് ഈ ഭൂമി ഉണ്ടായി എന്ന് ശാസ്ത്രം പറയുമ്പോൾ അത് നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അതിൻ്റെ ശാസ്ത്രീയ രീതി നമ്മളെ പഠിപ്പിക്കുന്നില്ല, നമ്മളെ സ്കൂളുകളിലൊന്നും പഠിപ്പിക്കുന്നില്ല. നമുക്കത് അറിയില്ല, എങ്ങനെയാണ് നമ്മളത് ചിന്തിക്കേണ്ടത്, എന്താണ് അതിൻ്റെ ഒരു രഹസ്യമെന്ന് നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കൽപ്പനയാണ്. നമുക്ക് എന്ത് നമ്മുടെ ബുദ്ധി കൊണ്ട് അറിയാൻ കഴിയുന്നില്ലയോ, യുക്തി കൊണ്ട് അറിയാൻ കഴിയുന്നില്ലയോ, നമ്മൾ പഠിച്ചറിഞ്ഞ വഴിക്ക് അറിയാൻ കഴിയുന്നില്ലയോ, അതൊക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളം കൽപ്പനയാണ്. അങ്ങനെ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ അങ്ങനെയാണ് നമ്മൾ കരുതുക. നമുക്കറിയാൻ കഴിയുന്നില്ല. ആദ്യം തന്നെ നാം പഠിച്ചതൊക്കെ ശരിയാണെന്നുള്ള കൽപ്പനയില്ല. എനിക്ക് അറിഞ്ഞുകൂടാത്തതായി ഒന്നുമില്ല, കാരണം ഞാൻ ഡോക്ടറേറ്റ് ആണ്, എനിക്ക് വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കറിയാൻ പാടില്ലാത്തതായിട്ടൊന്നുമില്ല. ആ നിലയ്ക്ക് ഇക്കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അതിലൊന്നുമില്ല. അപ്പൊ ഞാൻ അറിയാത്തത്, എനിക്ക് ശരിയാണെന്ന് തോന്നാത്തത് എല്ലാം തെറ്റ് എന്നൊരു മിഥ്യാബോധം നമുക്കുണ്ട്. ശാസ്ത്രം പറയുന്നു, ഉപനിഷത്ത് പറയുന്നു, ഈ ഭൂമി ഉണ്ടായത് ആത്മാവിൽ നിന്നാണെന്ന്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട എന്താണ്? അത് കേട്ടിട്ട് അതിനെ തെളിയിക്കാൻ നമുക്ക് പറ്റുമോ എന്നാണ് ശ്രമിക്കേണ്ടത്. ഇതെങ്ങനെ ഉണ്ടായി എന്ന് ചിന്തിക്കുക എന്നാണ് വേണ്ടത്. അല്ലാതെ അത് നമുക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് അത് മിഥ്യാജ്ഞാനമാണ്, അത് കൽപ്പനയാണ്, അത് വെറും വിശ്വാസമാണ്, ഒരു മതവിശ്വാസമാണെന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറുതെയാണ്. അങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ ജീവിതത്തിലെ ഈ അബദ്ധങ്ങൾ മുഴുവൻ വന്നുകൂടിയിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് നമ്മുടെ സ്ഥിതി എന്ന് പറയുന്നത് ശരി ഏത് തെറ്റേത് എന്ന് അറിയാൻ യാതൊരു വഴിയില്ല.
പഠിച്ചതൊക്കെ ശരിയാണെന്ന് വിചാരിക്കുമ്പോൾ അതും പലപ്പോഴും ശരിയല്ല എന്ന് സ്ഥാപിക്കപ്പെടുന്നുണ്ട്. കേട്ടതൊക്കെ ശരിയാണെന്ന് വിചാരിക്കുമ്പോൾ അതൊന്നും നമുക്ക് പ്രൂഫ് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ മൊത്തം ഒരു കൺഫ്യൂഷനിലാണ്. അങ്ങനെ മൊത്തം കൺഫ്യൂഷനിലായി എല്ലാ സംഗതിയും പ്രശ്നത്തിലായി കൺട്രോളിൽ പോകുമ്പോഴാണ് നമ്മൾ മിഥ്യയാണ്, കൽപ്പനയാണ്, വിശ്വാസമാണ്, തട്ടിപ്പാണെന്നൊക്കെ പറയുന്ന ജ്യോതിഷത്തെയും മറ്റുമൊക്കെ പോയിട്ട് ആശ്രയിക്കുന്നത്. കാരണം വാസ്തവത്തിൽ ഈ പറയുന്നതൊക്കെ വെറും തോന്നലാണെന്ന് അങ്ങനെയൊക്കെ തോന്നും. ആളിന് ബുദ്ധിമുട്ട് വരുമ്പോഴാണല്ലോ അങ്ങനെയൊക്കെ ചെയ്യാം. ജ്യോതിഷം ഒരു പൂർണ്ണമായ ശാസ്ത്രമാണ്. ഇന്നുള്ള സയൻസിന്റെയും കണക്ക് കൂട്ടലിന്റെയും ഒക്കെ എത്രയോ കാലം മുമ്പ്, സഹസ്രാബ്ദങ്ങൾ മുമ്പ് ഈ കണക്ക് കൂട്ടലിന്റെയൊക്കെ അപ്പുറത്ത് കണക്ക് കൂട്ടാൻ പഠിച്ച അല്ലെങ്കിൽ പഠിപ്പിച്ച ശാസ്ത്രമാണ് ജ്യോതിഷം. അതിൽ ആസ്ട്രോളജി ആയാലും ആസ്ട്രോണമി ആയാലും അതിനെ ഒന്നും നിരാകരിക്കാൻ ഇന്നൊരു ശാസ്ത്രം ഉണ്ടായിട്ടില്ല. ഇതുവരെ ആർക്കും നിരാകരിക്കാൻ പറ്റിയിട്ടില്ല. അത് മുഴുവൻ മാത്തമാറ്റിക്സിലാണ് പോകുന്നത്, കണക്കിലാണ്. അത് കണക്കല്ലാതെ ഒന്നുമില്ല അതിൻ്റെ അകത്ത്. അപ്പൊ കണക്കിനെ നമുക്ക് ഒരിക്കലും കൽപ്പനയായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ പ്രശ്നം എന്തെന്ന് വെച്ചാല് നാം പഠിച്ചിട്ടുള്ള, നമ്മൾ പഠിക്കുന്നതായിട്ടുള്ള ഫിസിക്സിലോ അല്ലെങ്കിൽ മറ്റു ശാസ്ത്രങ്ങളിലോ എന്നും ഇതിനെക്കുറിച്ച് ഒന്നും പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഇത് എങ്ങനെയാണ് ഈ കണക്ക് കൂട്ടി ഇയാൾ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നതെന്ന് നമുക്ക് തിരിയുന്നില്ല. അതുകൊണ്ട് അത് കൽപ്പനയാണെന്ന് തോന്നുന്നു. അയാൾക്ക് വിദ്യാഭ്യാസമൊന്നും ഇല്ല. നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസമൊന്നും അയാൾക്ക് ഉണ്ടാവണമെന്നില്ല. പല നല്ല ജ്യോതിഷന്മാരും സ്കൂളിൽ പോലും പോയിട്ടില്ല. അങ്ങനെയുള്ള ജ്യോതിഷന്മാരും ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ശാസ്ത്ര മേഖല എന്താണെന്ന് അറിയാതെ തന്നെയാണ് നമ്മൾ അതിനെ തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ, ഒരു പ്രത്യേക സിറ്റുവേഷനിൽ വരുമ്പോൾ ഇതിലെന്തോ ഉണ്ട് എന്ന് തോന്നുന്നത് എപ്പോഴാണ്? അങ്ങനെ ഒരു പരിതസ്ഥിതി വന്ന് ഒരു രക്ഷയും ഇല്ലാതെ വന്ന് നമ്മുടെ അറിവും പഠിത്തവും കണക്കുകൂട്ടലും എല്ലാം തെറ്റുന്നൊരവസ്ഥയില് അതിനെ ആശ്രയിക്കാൻ പോകും. അതായത് ഏതാണോ സത്യം, ഏതാണ് അസത്യം എന്ന് നിശ്ചയിക്കാനുള്ള നമ്മുടെ മാനദണ്ഡം വളരെ കൺഫ്യൂസ്ഡ് ആണ്. അതായത് അതിൽ യാതൊരു വ്യക്തതയും നമുക്കില്ല. ഞാൻ ഇന്നലെ പറഞ്ഞു, നമ്മുടെ വിദ്യാഭ്യാസം മുഴുവൻ നിൽക്കുന്നത് ജീവിത സമ്പാദ്യത്തിൽ മാത്രമാണ്. അതിനപ്പുറത്തൊരു വിദ്യാഭ്യാസത്തിന്റെ പ്രയോഗം നമുക്ക് അറിയില്ല. നമ്മൾ സ്കൂളിൽ പഠിച്ച എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ നിത്യജീവിതത്തിൽ പ്രയോഗിക്കണുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവില്ല. പഠിച്ചത് ഏതെങ്കിലും നമുക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ചത് ഇപ്പൊ ഒന്നും ഓർമ്മയില്ല. ആ പരീക്ഷ ഇപ്പൊ നമ്മൾ എഴുതാൻ പോയി കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും തോൽക്കും. അതേ ക്വസ്റ്റ്യൻ പേപ്പർ, ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ മാറണ്ട, അതേ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഇപ്പൊ രണ്ടാമത് എഴുതിയാൽ നമ്മൾ തോൽക്കും എന്നുള്ള ഉറപ്പാണ്. അപ്പൊ എന്താണ് നമ്മൾ ചെയ്തതെന്ന് ചോദിച്ചാൽ, കുറെ വിചാരങ്ങൾ കൊണ്ടുവന്നു, കുറെ കൺഫ്യൂഷൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി. ആ വിദ്യ നമ്മൾ പഠിച്ചതും നമ്മുടെ ജീവിതവും തമ്മിൽ ചേർക്കാൻ നമുക്ക് ആയിട്ടില്ല. ജീവിതം വേറൊരു രീതിയിൽ വെച്ചു, വിദ്യയെ വേറൊരു രീതിയിൽ വെച്ചു. അതാണ് ഞാൻ ഇന്നലെ പേഴ്സണൽ ലൈഫ് എന്നും പ്രൊഫഷണൽ ലൈഫ് എന്നും ഒക്കെ പറഞ്ഞ് വേർതിരിച്ചത്. അപ്പൊ ഇവിടെ ആത്മാവിൽ നിന്ന് ഭൂമി ഉണ്ടായി എന്ന ആ ഒരു ചരിത്രം പറയുമ്പോൾ അവിടെ എന്തോ ഒരു വലിയ തത്വം, വലിയൊരു കാര്യം അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. മധുബ്രാഹ്മണത്തില് ഭൂമി നമ്മെ ആശ്രയിച്ചിരിക്കുന്നു, നമ്മൾ ഭൂമിയെ ആശ്രയിച്ചിരിക്കുന്നു. ഇയം പൃഥിവി സർവേഷാം ഭൂതാനാം മധു അസ്യൈ പൃഥിവ്യൈ സർവാണി ഭൂതാനി മധു എന്നിങ്ങനെ അവിടെ പറയും. പരസ്പരം ആശ്രയിച്ചിരിക്കുന്നു. അപ്പൊ എന്തോ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെ ആശ്രയിച്ചിരിക്കുന്നു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും നമ്മൾ എങ്ങനെ ആശ്രയിച്ചിരിക്കുന്നു. ഇനി നമ്മളുടെ ആശ്രയം പൃഥ്വിക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പൃഥ്വിയുടെ ഭൂമിയുടെ ശരിയായ നിലനിൽപ്പിന്, ആ എൻവയോൺമെന്റൽ ബാലൻസിന് നമ്മുടെ ജീവിതം അങ്ങനെ ഉണ്ടാവേണ്ടതുണ്ട്. അത് നമ്മൾ സ്വീകരിക്കുന്നില്ല. പൃഥ്വിയെ ചൂഷണം ചെയ്യാൻ പാടില്ല എന്നാണ് നമ്മുടെ ആശ്രിതത്വത്തെ അവിടെ പറയുന്നത്. നമ്മൾ പൃഥ്വിയിൽ നിന്ന് ഇതെല്ലാം എടുക്കുമ്പോൾ, ഭൂമിയിൽ നിന്ന് ഇതെല്ലാം എടുക്കുമ്പോൾ നമ്മൾ ഭൂമിയെ സംരക്ഷിക്കുകയും വേണം. വേദമന്ത്രങ്ങളില് ഇപ്പോ യാഗശാലയോ അല്ലെങ്കിൽ നമ്മൾ അമ്പലമോ മറ്റോ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കുഴിയെടുക്കണം, അല്ലെങ്കിൽ സ്ഥലം വൃത്തിയാക്കണം.
മണ്ണെടുക്കേണ്ടി വരും, കല്ലെടുക്കേണ്ടി വരും. അപ്പൊ ആ സമയത്ത് അവിടെ ചെയ്യുന്നൊരു പ്രാർത്ഥനയുണ്ട്. എന്താണ് പ്രാർത്ഥന? അല്ലയോ ഭൂമിദേവി, ഈ ഒരു ആവശ്യത്തിന് വേണ്ടി, എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ നിന്നിൽ നിന്ന് ഈ മണ്ണിനെയും കല്ലിനെയും ഒക്കെ എടുക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നിനക്ക് ബുദ്ധിമുട്ടുണ്ട്, കഷ്ടപ്പാടുണ്ട്. ആ എടുത്ത കുഴി, ഞാൻ എടുക്കുന്ന കുഴി എത്രയും പെട്ടെന്ന്, എത്രയും വേഗം നികത്തുമാറാകട്ടെ, അത് നികർത്തുന്നതായി തീരട്ടെ, നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് മണ്ണെടുക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രാർത്ഥന നമ്മൾ കേട്ടാൽ നമുക്ക് തോന്നും ഭൂമിയോട്, മണ്ണിനോട് പ്രാർത്ഥിക്കുക. എന്താ അതിനൊരു രഹസ്യം? ഭഗവാനോട് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും രാജാക്കന്മാരോട് പ്രാർത്ഥിക്കാം. ഇപ്പൊ ആരുടെയെങ്കിലും വലിയ ഇപ്പോഴത്തെ കണക്കിൽ മന്ത്രിമാരോടൊക്കെ പോയിട്ട് പ്രാർത്ഥന ആപ്ലിക്കേഷൻ കൊടുക്കാം. പക്ഷെ ഒരു ഭൂമിയോടൊക്കെ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ ഇത് ആരാ അവിടെ കേൾക്കാനുള്ളത്? പക്ഷെ ആ സമയത്ത് നമ്മുടെ ഭാവം, ആ മണ്ണെടുക്കാൻ പോകുന്ന ആളിന്റെ ഒരു ശ്രദ്ധാഭാവമാണ്, ആ എമോഷനാണ് അവിടെ ഇമ്പോർട്ടന്റ്. കാരണം അതാണ് ഭൂമിയെ രക്ഷിക്കാൻ പോകുന്നത്. ഭൂമിക്ക് തിരിച്ചു കൊടുക്കണമെന്ന് മധുരാവണം പറയുന്നത് അങ്ങനെയാണ്. ആ ഒരു ഭാവത്തിലെ മണ്ണ് കുഴിക്കുമ്പോ അയാൾ അനാവശ്യമായിട്ട് ഭൂമിയെ എന്താ പറയാ, ഡിസ്റ്റർബ് ചെയ്യില്ല, ചെയ്യാൻ തോന്നില്ല. അപ്പൊ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷന്റെ രീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ എത്ര മഹത്തായ ഒരു കൺസെപ്റ്റ് നോക്കും. ഇതാണ് നമ്മുടെ ഓരോ ആചാരത്തിന്റെയും രഹസ്യം. അവിടെ ഉണ്ടാകുന്ന ഭാവം. ഇനി എത്ര നിയമം ഉണ്ടാക്കിയാലും, എത്ര കർശനമായ കഠിനമായ നിയമം ഉണ്ടാക്കിയാലും, ഈ ഒരു എമോഷൻ ഉള്ളിൽ നിന്ന് വരാത്തിടത്തോളം കാലം ആ നിയമം കൊണ്ട് ഒരു വിലയില്ല എന്ന് പണ്ട് ഋഷിമാർ അറിഞ്ഞിരുന്നു. ഇന്നിപ്പോ ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വയൽ നികത്താൻ പാടില്ല, അവിടെ അങ്ങനെ ചെയ്യാൻ പാടില്ല, അവിടെ വീട് വെക്കാൻ പാടില്ല, പിന്നെ കൃഷിസ്ഥലമായിട്ട് തന്നെ ഉപയോഗിക്കണം, അത് നികത്തി വീട് വെക്കാൻ പാടില്ല എന്നൊക്കെ ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഓരോ വർഷവും കേരളത്തിൽ നിന്ന് കൃഷിസ്ഥലം അപ്രത്യക്ഷമായിക്കൊണ്ടേയിരിക്കുന്നു. നിയമങ്ങളൊക്കെ കർശന നിയമങ്ങളാണ്. ഈ നിയമങ്ങൾ ഉണ്ടാക്കിയവർ തന്നെയാണ് ആദ്യം അത് പൊളിക്കേണ്ടത് എങ്ങനെയെന്ന് മാതൃക കാണിച്ചു തരിക. ആദ്യം അവർ നിയമം ഉണ്ടാക്കും, അത് പാസ്സാക്കും, എന്നിട്ട് അതിന് വലിയ അഡ്വർടൈസ്മെന്റ് ഒക്കെ കൊടുക്കും, എന്നിട്ട് അതെങ്ങനെ പൊളിക്കണമെന്നും അവർ തന്നെ കാണിച്ചു തരും. പിന്നെ ബാക്കിയുള്ള ആൾക്കാർ സ്വാഭാവികമായിട്ടും യദ്യതാചരതി ശ്രേഷ്ഠ തത്തദേവേതരോചന എന്ന ക്രമം അനുസരിച്ച് അവരും അതുപോലെ ഫോളോ ചെയ്ത് ഇവരിങ്ങനെ പൊളിച്ചുകൊണ്ടുണ്ടാക്കേണ്ടിയിരിക്കും. ഒരിക്കലും നിയമം കൊണ്ട് പരിപാലിക്കാൻ പറ്റില്ല, എല്ലാ സ്ഥലത്തും ഈ നിയമം എത്തില്ല എന്ന് നമ്മുടെ സനാതന ധർമ്മത്തിൽ നേരത്തെ തന്നെ ഋഷിമാർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് അതെല്ലാം അവർ ഭാവനയിലും പ്രാർത്ഥനയിലും നിത്യജപങ്ങളിലും ഉൾപ്പെടുത്തി. ഇതൊക്കെ നിത്യകർമ്മ നിത്യജപങ്ങളിൽ പെടുന്നതാണ്. വിശേഷ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിൽ പെടുന്നതാണ്. അപ്പൊ ഇവിടെ വരുന്നൊരു സംശയം, എങ്ങനെയാണ് ഈ ഭൂമിദേവി നമ്മുടെ പ്രാർത്ഥന കേൾക്കുക? ഭൂമിദേവി പ്രാർത്ഥന കേൾക്കും. കാരണം ഭൂമി എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന മണ്ണല്ല. ഈ മണ്ണെന്ന് പറയുന്നത് ഭൂമിദേവിയുടെ ശരീരമാണ്. നമ്മുടെ ശരീരം എങ്ങനെയാ, അതുപോലെ ശരീരം. യപൃഥിവ്യാം തിഷ്ഠന്യം പൃഥിവീന വേദ യസ്യ പൃഥിവീ ശരീരം യം പൃഥിവീം അന്തരോ യമയതി സതേ ആത്മാ അന്തര്യാമി അമൃത. അപ്പൊ നമുക്ക് ശരീരമുള്ളതുപോലെ പൃഥിവി, ഈ ഭൂമി ഒരു ശരീരമാണ്. ആ ഭൂമിയാകുന്ന ശരീരത്തിൽ നമ്മുടെ ഉള്ളിൽ ചൈതന്യം കുടികൊള്ളുന്നത് പോലെ തന്നെ ചൈതന്യം കുടികൊള്ളുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ചൈതന്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ നമുക്ക് കാണാൻ കഴിയുന്നില്ല, അത്രയേ ഉള്ളൂ. കാണാൻ കഴിയുന്ന സാധനമല്ല ചൈതന്യം എന്ന് പറയുന്നത്. ആകാശത്തെ പോലും നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പൊ പിന്നെ ചൈതന്യത്തെ എങ്ങനെയാ കാണുക? അപ്പൊ ഈ മന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോ ഈ മന്ത്രങ്ങൾ നമ്മൾ ചൊല്ലുന്നത് ആ ചൈതന്യത്തിന്റെ മന്ത്രങ്ങളാണ്. ചൈതന്യത്തിൽ തന്നെ ഉദ്ഭവിച്ച്, ചൈതന്യത്തിൽ തന്നെ ശക്തി പ്രാപിച്ച്, ചൈതന്യത്തിൽ തന്നെ പ്രതിഫലനത്തോടി പ്രസ്ഫുരിതമാകുന്നതാണ് ഈ മന്ത്രങ്ങൾ. ഒരു മന്ത്രം നമ്മൾ ചൊല്ലുമ്പോൾ ചൈതന്യ തരംഗങ്ങളാണ്. ആ മന്ത്രത്തിന്റെ സ്വരവും മറ്റും അതിന്റെ റിതം അനുസരിച്ച് നമ്മുടെ മനസ്സിൽ തരംഗങ്ങൾ ഉണ്ടാക്കും, നമ്മുടെ ഭാവനയിൽ തരംഗങ്ങൾ ഉണ്ടാക്കും. ഈ ഒരു ചോദ്യം
മീമാംസ ദർശനത്തില് ഒരു സ്ഥലത്ത് ചോദിക്കുന്നുണ്ട്. അവിടെ ചോദിക്കുന്നത് ഈ മന്ത്രങ്ങളുടെ അർത്ഥം. ഇപ്പൊ മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ടല്ലോ. ഭൂമി ദേവിക്ക് വേണ്ടി മന്ത്രങ്ങൾ ചൊല്ലുന്നു, ജലത്തിന് വേണ്ടി നിത്യവും നമ്മൾ രാവിലെ നിത്യസന്ധ്യാകർമ്മങ്ങൾ ചെയ്യുമ്പോൾ ജലത്തിന് വേണ്ടി മന്ത്രം ചൊല്ലുന്നു, വൃക്ഷങ്ങൾക്ക് വേണ്ടിയും മന്ത്രം ചൊല്ലുന്നു. ഇപ്പോ ശുക്ല യജുർവേദത്തിലെ ആദ്യത്തെ മന്ത്രം തന്നെ ഒരു വൃക്ഷത്തെ സ്തുതിച്ചുകൊണ്ടുള്ള മന്ത്രമാണ്. ഇങ്ങനെയുള്ള മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നു. ഈ മന്ത്രങ്ങളൊക്കെ ശരിക്കും അവര് കേൾക്കുന്നുണ്ട്. അവരെങ്ങനെയാ കേൾക്കുക? അവർക്ക് ചെവിയും പിന്നെ കേൾക്കുക എന്ന അവയവങ്ങളൊന്നും ഇല്ലല്ലോ, മനസ്സില്ല. ഇതൊക്കെ കേൾക്കുക. ഇനി കേൾക്കാതെ വന്നാൽ അവരെങ്ങനെയാണ് ഫലം തരിക? കേട്ടാൽ മാത്രമല്ലേ ഫലം തരാൻ കഴിയുള്ളൂ. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഒരു മാവിനോടോ അല്ലെങ്കിൽ അശ്വത്ഥ വൃക്ഷത്തോടോ ഒക്കെ നമ്മൾ പ്രാർത്ഥിച്ചാൽ അതിനെന്തായാലും കേൾക്കാൻ കഴിയില്ല. ഇപ്പൊ ആൾക്കൂടെ സയൻസ് പറയുന്നത് അതിന് സ്പർശ ഗുണമുണ്ട് എന്നാണ്. അതായത് നമ്മൾ സ്പർശിക്കുന്നത് അതിന് തിരിച്ചറിയാൻ പറ്റും. സ്പർശ ഗുണമല്ലാതെ, സ്പർശേന്ദ്രിയമല്ലാതെ മറ്റ് ഒന്നും അതിന് ഇല്ല. കേൾക്കാനും കാണാനൊന്നും പറ്റില്ല. അപ്പൊ അവിടെ ചോദിച്ചത്, അങ്ങനെയാണെങ്കിൽ ഈ മന്ത്രങ്ങളൊക്കെ ഇങ്ങനെ ചൊല്ലിയാൽ അർത്ഥമില്ലാതെ, അർത്ഥം അറിയുന്നില്ല. അത് അർത്ഥം അറിയേണ്ടത് ആരോ, അവർക്ക് അർത്ഥം അറിയില്ല. ചൊല്ലുന്നവർക്കും അർത്ഥം അറിയില്ല. അപ്പൊ ചൊല്ലുന്നവർക്കും അർത്ഥം അറിയില്ല. അവർക്ക് ചൊല്ലാനേ അറിയാവൂ, പാട്ട് പാടാനേ അറിയാവൂ. അത് ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയില്ല. സ്വരം അനുസരിച്ച് അവർ ചൊല്ലും. കേൾക്കുന്നവർക്കും അർത്ഥം അറിയില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് വെറുതെ വ്യർത്ഥമല്ലേ? പറയുന്നവർക്കും അറിയില്ല, കേൾക്കുന്നവർക്കും അറിയില്ല. പിന്നെ ഇത് ആരാ അറിയുന്നത്? എന്തിനാണ് ആ മന്ത്രം ചൊല്ലുന്നത്? അപ്പൊ യുക്തി കൊണ്ട് നമ്മൾ ചിന്തിച്ചാൽ അത് വസ്തുത ശരിയാണ്. അർത്ഥമറിയാതെ ഒരു വാക്ക് ഉച്ചരിക്കുന്നത് തന്നെ അബദ്ധമാണ്. അത് ശരിയാണ്. അങ്ങനെ പാടില്ല, അതിന്റെ ആവശ്യമില്ല. എന്താണ് അപ്പൊ അവിടെ ആ ചോദ്യത്തിന് കാരണം, ഈ കേൾക്കുന്നവർക്ക് എന്തായാലും വൃക്ഷലതാദികൾക്കൊന്നും മന്ത്രം അർത്ഥം അറിയില്ല എന്നുള്ളത് ശരി തന്നെ ആയിക്കോട്ടെ. പക്ഷേ പറയുന്ന ആളിന് അറ്റ്ലീസ്റ്റ് അർത്ഥം അറിയാമല്ലോ. അയാൾ മനുഷ്യനാണ് പറയുന്നത്, ചൊല്ലുന്നത്. ഒരു പുരോഹിതൻ എന്ന് പറയുന്ന ഒരാളാണ് ചൊല്ലുന്നത്. അപ്പൊ അയാൾക്ക് അർത്ഥം അറിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് അയാളെങ്കിലും ഇത് പഠിച്ച് അർത്ഥം അറിഞ്ഞിട്ട് ചൊല്ലുക. അതായിരിക്കും നന്ന്. അർത്ഥമറിയാതെ മന്ത്രം ചൊല്ലുന്നത് കൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ല, വെറുതെ ചൊല്ലാം എന്നല്ലാണ്ട് എന്ന് വലിയ ഒരു പൂർവപക്ഷം അവിടെ ഉണ്ടാവുന്നുണ്ട്. അത് സാമാന്യം ഇപ്പൊ നമ്മളെല്ലാവരും ചിന്തിക്കുന്ന, എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. ഇത് അർത്ഥം അറിഞ്ഞു ചൊല്ലണമോ അർത്ഥം അറിഞ്ഞു ചൊല്ലാണ്ടയോ എന്നൊക്കെ ഒരു സംശയമാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് നിരുക്തത്തിന്റെ അവതാരികയിൽ, നിരുക്തം യാസ്കാചാര്യൻ രചിച്ച നിരുക്തം നമ്മുടെ ഒരു വേദാംഗമാണ്. നിരുക്തത്തിലെ വേദത്തിലുള്ള വിശേഷ മന്ത്രങ്ങളുടെ അർത്ഥം പറയുന്നു. അതുപോലെ നിഘണ്ടുണ്ട്, അതായത് ശബ്ദാർത്ഥങ്ങൾ. സാധാരണ നമുക്ക് അറിവില്ലാത്ത ശബ്ദാർത്ഥങ്ങളെ വേദത്തിൽ പറഞ്ഞ വാക്കുകളുടെ അർത്ഥവും അവിടെ വിശേഷിച്ച് എടുത്ത് പറയുന്നുണ്ട്. അതാണ് നിരുക്ത നിഘണ്ടു എന്ന് പറയുന്ന അത് യാസ്കാചാര്യൻ രചിച്ചത്. അതിൻ്റെ ഭൂമികയിൽ, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് അദ്ദേഹം വിശദമായി ഈ കാര്യം എടുക്കുന്നുണ്ട്. കാരണം എന്താണ്? നിരുക്തകാരൻ നിരുക്തം എഴുതാൻ പോകുന്നത് വേദമന്ത്രങ്ങളുടെ അർത്ഥം പറയാനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മുന്നിൽ ഈ രണ്ട് പക്ഷവും ഉണ്ട്. ഒരു പക്ഷം പറയുന്നു വേദങ്ങളുടെ വേദശബ്ദങ്ങളുടെ മന്ത്രം അർത്ഥം അറിഞ്ഞു വേണം ചൊല്ലേണ്ടത്, മന്ത്രാർത്ഥം അറിയാതെ ചൊല്ലാൻ പാടില്ല എന്ന് പറയുന്ന ഒരു പക്ഷം. മറ്റൊരു പക്ഷം പറയുന്നത്, അതാണ് കൂടുതലുള്ളത്, അവർ പറയുന്നത് മന്ത്രം സ്വരസഹിതം ഉച്ചരിക്കാൻ പഠിച്ചാൽ മതി, അർത്ഥം അറിയേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന വലിയൊരു പക്ഷം. അപ്പൊ ഈ രണ്ട് പക്ഷം അദ്ദേഹത്തിന്റെ മുന്നിലുണ്ട്, ഇന്നുള്ളത് പോലെ തന്നെ അന്നുമുണ്ട്. അപ്പൊ അവിടെ ചോദ്യം വരും, അങ്ങനെയാണെങ്കിൽ താങ്കൾ എന്തിനാണ് ഈ വേദശബ്ദങ്ങളുടെ അർത്ഥം പറയാൻ ശ്രമിക്കുന്നത് എന്നൊരു പ്രശ്നം വരും. രണ്ടാമത്തെ പ്രശ്നം, വേദം അലൗകികമാണ്, അപൗരുഷേയമാണ്. വേദത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളൊക്കെ ദൈവീകമാണെന്ന് നാം സങ്കല്പിക്കുന്നു. ആ നിലയ്ക്ക് ഒരു ലൗകികനായ ഒരു മനുഷ്യൻ, അല്പജ്ഞനായ ഒരു മനുഷ്യൻ ഈ ഇത്രയും വലിയ വേദമന്ത്രങ്ങളുടെ അർത്ഥം തൻ്റെ സാമാന്യ സംസ്കൃത ജ്ഞാനം കൊണ്ട് അല്ലെങ്കിൽ ഭാഷാജ്ഞാനം കൊണ്ട് എഴുതാൻ ശ്രമിക്കുന്നത്
തെറ്റാണ്, അത് പാടില്ല. ഇപ്പൊ മറ്റ് മതങ്ങളുടെ ഒക്കെ അഭിപ്രായം അങ്ങനെയാണ്. അത് ഈശ്വരൻ പറഞ്ഞത് എന്താണോ അത് തന്നെ ശരി, അതില് വ്യാഖ്യാനമൊന്നും പാടില്ല, അതെന്താ പറഞ്ഞത് അത് തന്നെയാണ്. അപ്പൊ അങ്ങനെയുണ്ട് ഒരു പക്ഷം. അങ്ങനെ അർത്ഥം പറയുന്നൊരു കാലം വന്നാൽ ഉള്ളിലുള്ളത് എന്താണെന്നൊക്കെ ആൾക്കാർ അറിഞ്ഞാൽ ഒരു പക്ഷേ ആൾക്കാർക്ക് അതുമായി അനാസ്ഥ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഇതൊക്കെ ഇത്രയേ ഉള്ളല്ലോ, ഇത്രയാണല്ലോ ഇതിൽ പറയുന്ന കാര്യം, ഇതൊന്നും വലിയ കാര്യമില്ല എന്നാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു പക്ഷം അദ്ദേഹത്തിന്റെ മുന്നിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ സായണാചാര്യൻ വേദത്തിന് ഭാഷ്യം എഴുതി. വേദത്തിന് ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള വേദങ്ങളുടെ ഭാഷ്യങ്ങളില് ഏറ്റവും പ്രാമാണികമായ സംസ്കൃത ഭാഷ്യം എന്ന് പറയുന്നത് സായണാചാര്യന്റെ ഭാഷ്യമാണ്. വിദ്യാരണ്യ മുനിജിയുടെ സഹോദരനായിരുന്നു, മൂത്ത സഹോദരനായിരുന്നു സായണാചാര്യൻ. അദ്ദേഹത്തിന്റെ ഭാഷ്യമാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളതിൽ വേദഭാഷ്യം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഋഗ്വേദത്തിന് ഭാഷ്യം എഴുതുന്നതിന് മുമ്പ് വിസ്തൃതമായ ഒരു ഭൂമിക ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്തിന് വേദമന്ത്രങ്ങൾക്ക് ഭാഷ്യം എഴുതണം, ഭാഷ്യം എഴുതാൻ അധികാരി ആര്, ഈ വിഷയം തന്നെ ഇതേ പക്ഷങ്ങൾ തന്നെ അവിടെയും ഉണ്ട്. കാരണം ഒരു പക്ഷം എഴുതണ്ട എന്ന്, വേറൊരു പക്ഷം എഴുതണമെന്ന്, കേവലം സ്വരത്തോടു കൂടി ചൊല്ലി പഠിച്ച് അതിൽ പറഞ്ഞ കർമ്മങ്ങൾ മാത്രം ചെയ്താൽ മതി ഫലം കിട്ടും എന്നുള്ള പക്ഷം പ്രബലമായി നിൽക്കുന്നു. അത് ഇന്നും അങ്ങനെ ഒരു പക്ഷമുണ്ട്, അത് തുടരുന്നുമുണ്ട്. അപ്പൊ എന്തിന് ശബ്ദാർത്ഥം രചിക്കണം എന്നുള്ളത്, ശബ്ദാർത്ഥം രചിക്കുമ്പോൾ തെറ്റും വരാൻ സാധ്യതയുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. കാരണം വേദത്തിൽ പറഞ്ഞ വാക്കുകളുടെ എല്ലാം താത്പര്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയുമെന്ന് വരില്ല. ഇപ്പൊ സംസ്കൃതം അറിഞ്ഞുകൊണ്ട് മാത്രം അത് സാധിക്കില്ലല്ലോ. അപ്പൊ അങ്ങനെ തെറ്റ് വന്നാൽ അത് വലിയ അബദ്ധമായി തീരും. അതുകൊണ്ട് നല്ലത് എഴുതാതിരിക്കുകയാണല്ലോ, എന്താണോ അത് അങ്ങനെ ഇരിക്കട്ടെ എന്ന് വെക്കാം. അങ്ങനെ പറയുന്നതുകൊണ്ട് അദ്ദേഹം അതിനെക്കുറിച്ച് വലിയൊരു പൂർവപക്ഷം പറയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഋഗ്വേദ ഭാഷ്യ ഭൂമിക പ്രത്യേകമായിട്ട് തന്നെ പ്രകാശനം ചെയ്തിട്ടുണ്ട്. അത് ഉപലബ്ധമാണ്. സംസ്കൃതത്തിലും ഹിന്ദിയിലും, എനിക്ക് തോന്നുന്നു മലയാളത്തിലും ഉണ്ടോ എന്നറിയില്ല, പിന്നെ ഇംഗ്ലീഷിലും ഒക്കെ അത് ഉപലബ്ധമാണ്. അത് വായിക്കേണ്ടതാണ്. വേദത്തെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എങ്കിൽ, അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ ഈ ഭാഷ്യഭൂമിക വായിക്കേണ്ടതാണ്. അപ്പൊ അവിടെ അങ്ങനെ പറയുമ്പോൾ അവര് പറയുന്ന ഒരു തർക്കം, വേദത്തെ രണ്ട് രീതിയിലും പ്രയോഗിക്കാം. മീമാംസയിൽ പറയുന്ന നിർണയം അങ്ങനെയാണ്. അതായത് അർത്ഥം അറിഞ്ഞുകൊണ്ട് വേദമന്ത്രങ്ങൾ ചൊല്ലുകയാണെങ്കിൽ അത് ഉത്തമോത്തമമാണ്. കാരണം വേദമന്ത്രങ്ങളുടെ അർത്ഥം അറിയുമ്പോൾ അതിൽ ഭാവന ഏറും, നമ്മുടെ ഭാവനയ്ക്കൊരു ബലം കിട്ടും, വ്യക്തമായൊരു ധാരണ ഉണ്ടാകും. അർത്ഥം അറിയാതെ സ്വരം മാത്രം ചൊല്ലിയാലും ഫലം കിട്ടും, ഫലം കിട്ടാതെ ഇല്ല. അപ്പൊ ചോദ്യമായ അതെങ്ങനെ കിട്ടും? അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ വൃക്ഷവും എന്താ പറയാ ഭൂമിയും ഒന്നും ഈ വാക്കുകളെ മനസ്സിലാക്കുന്നില്ല. അവർ വേദമന്ത്രമായിട്ട് അവർക്ക് എന്താ ബന്ധം? പറയുന്ന ആളിനും അറിയില്ല. അങ്ങനെ അറിയാതെ ഇങ്ങനെ എന്താ തത്ത പറയുന്നത് പോലെ ഇങ്ങനെ പറയാ, കേട്ടത് കാണാതെ പഠിച്ച് തത്ത സംസാരിക്കൂല, അതുപോലെ പറയാ എന്ന് പറയുമ്പോൾ അതൊരു അങ്ങനെ ആയില്ലേ എന്ന് പറയുമ്പോൾ അതിനൊരു ഉത്തരം പറയുന്നുണ്ട്. ഈ വേദമന്ത്രങ്ങള് സംസ്കൃതത്തിൽ അല്ലെങ്കിൽ പ്രാചീന സംസ്കൃതത്തിലാണുള്ളത്. നമ്മുടെ പാണിനീയ സംസ്കൃതം തന്നെയാണ്, എങ്കിലും അതിലും കുറെ പ്രാചീനമായിട്ടുള്ള രീതികളും പ്രയോഗങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നിരുക്തം വേണ്ടി വരുന്നത്. പക്ഷേ ആ ഭാഷ, സംസ്കൃത ഭാഷ, അത് നമുക്കറിയില്ല, ചൊല്ലുന്ന ആളിനെ അറിയില്ല, അതിന്റെ അർത്ഥം അറിയില്ല. അയാൾ ചൊല്ലുന്നു. ആരെയാണോ ചൊല്ലി കേൾപ്പിക്കുന്നത്, ഏത് ദേവനെയാണോ ചൊല്ലി കേൾപ്പിക്കുന്നത്, ആ ദേവൻ അതിന്റെ അർത്ഥം അറിയാം. കാരണം ദേവൻ ചൈതന്യമാണ്. ഇപ്പൊ വിഷ്ണു ഭഗവാനെ പ്രശംസിച്ചുകൊണ്ടാണ് വിഷ്ണു സൂക്തം നമ്മൾ ചൊല്ലുന്നത്, അല്ലെങ്കിൽ പുരുഷ സൂക്തം ചൊല്ലുന്നതെന്ന് വെക്കാം. പുരുഷ സൂക്തത്തിന്റെ അർത്ഥം ചൊല്ലുന്ന ആളിന് അറിയില്ല. പക്ഷേ ഇതാരാണോ കേൾക്കുന്ന ആളിന് അറിയാമല്ലോ. അപ്പൊ വാസ്തവത്തില് ഫലം തരേണ്ടത് ആരാണ്? ഈ കേൾക്കുന്ന ആളാണ് ഫലം തരേണ്ടത്.
കേൾക്കുന്ന ആളാണല്ലോ ഇതെന്താണ് ഇവർ പറയുന്നത്, എന്താണ് ഇവർക്ക് ആവശ്യം എന്ന് മനസ്സിലാക്കിയിട്ട് ഫലം തരേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ചൊല്ലുന്ന ആളിന് അർത്ഥം അറിയില്ല എങ്കിൽ, കേൾക്കുന്ന ആളിന് അർത്ഥം അറിയാമെങ്കിൽ അതിന്റെ ഫലം കിട്ടും. ഇന്നത്തെ വ്യവഹാരത്തിലും അങ്ങനെയാണ്. നമുക്ക് അറിയാത്ത ഭാഷയിൽ നമ്മൾ പലയിടത്തും സംസാരിക്കുന്നു, അല്ലെങ്കിൽ പലതും സംസാരിക്കുന്നു, അവർക്കത് മനസ്സിലായാൽ കാര്യം നടക്കും. ഇപ്പൊ ഇംഗ്ലീഷിലൊക്കെ ആപ്ലിക്കേഷൻ എഴുതി കൊടുക്കും നമ്മൾ ഓഫീസിലൊക്കെ. എല്ലാവർക്കും ഇംഗ്ലീഷ് വായിക്കാനൊന്നും അറിയണമെന്നില്ല, പക്ഷെ അവർക്ക് അതിന്റെ ഫലം കിട്ടും. കാരണം ഈ ആപ്ലിക്കേഷൻ ആർക്കാണോ കൊടുക്കുന്നത് അവർക്ക് ഇംഗ്ലീഷ് അറിയാമായിരിക്കും, അതവർ വായിച്ച് മനസ്സിലാക്കി അതിന്റെ ഫലം തരുമല്ലോ. അതെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർ ചെയ്യും. അതുകൊണ്ട് ഈ വൃക്ഷലതാദികളിലൊക്കെ തന്നെ ദേവചൈതന്യമുള്ളത് കൊണ്ട്, അതൊക്കെ ദേവന്മാരായതുകൊണ്ട് അവരെ നമ്മൾ ആ മന്ത്രങ്ങളും സ്തോത്രങ്ങളും ചൊല്ലി സ്തുതിക്കുമ്പോൾ അവര് അത് പ്രസന്നരായി, അത് കേട്ടവർ മനസ്സിലാക്കി പ്രസന്നരായി നമുക്ക് കിട്ടേണ്ടത് എന്തെന്ന് വെച്ചാൽ കിട്ടും. അപ്പൊ അതിൽ സംശയിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് മന്ത്രം അർത്ഥം അറിഞ്ഞു ചൊല്ലിയാലും അറിയാതെ ചൊല്ലിയാലും രണ്ടിനും ഫലമുണ്ട്. അറിഞ്ഞു ചൊല്ലിയാൽ എക്സ്ട്രാ ഫലം വരുന്നത് നമുക്കൊരു ഭാവന അതിരേകം ഉണ്ടാകും, കുറച്ചുകൂടി നമ്മുടെ ഭാവന ഉറയ്ക്കും, ശ്രദ്ധ ഉറയ്ക്കും. ഇങ്ങനെയൊക്കെ ചില ഗുണങ്ങളുണ്ട്, വ്യക്തിപരമായിട്ടുള്ള ചില ഗുണങ്ങൾ. അല്ലാതെ ഫലത്തിലൊരു വ്യത്യാസം വരുന്നില്ല. നമുക്ക് കൂടുതൽ അറിവുണ്ടാവും, നമുക്ക് കൂടുതൽ ഭാവന ഉണ്ടാകും എന്നുള്ളതല്ലാതെ ഫലം മന്ത്രത്തിന്റെ ഉച്ചാരണം സ്വരസഹിതം വന്നാൽ അതിന്റെ ഫലമുണ്ടാകുമെന്നാണ്. അപ്പോ ഈ പൃഥ്വി ദേവിയെ നമ്മൾ എന്താ പറയാ, ഭൂമി ദേവിയെ സ്തുതിക്കുമ്പോ ഭൂമി ദേവിക്ക് ചൈതന്യമുള്ളത് കൊണ്ട് ഭൂമി ദേവിക്ക് ഇത് കേൾക്കാൻ കഴിയുന്നു, ഭൂമി ദേവി നമ്മളെ അനുഗ്രഹിക്കുന്നു. അങ്ങനെ ചൈതന്യവത്താണ് ഓരോ ചരാചരവും എന്ന് പറയുന്ന ആ ഒരു തലമുണ്ടല്ലോ, അങ്ങനെ വിചാരിക്കുന്ന ഒരു തലം, അതാണ് നമ്മുടെ സനാതന ധർമ്മത്തിന്റെ മൂലം. ഈ തലത്തിൽ നിന്നുകൊണ്ടാണ് സനാതന ധർമ്മത്തിലെ ഓരോ ആചാരങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ വിഷയം ഇവിടെ ശാസ്ത്രീയ ആചാരത്തിന്റെ വിശകലനമാണ്, ചിന്തനമാണ്. അപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു പ്രശ്നം, നമ്മൾ ഇന്ന് ആചാരങ്ങൾ ത്യജിക്കുന്നതിന് കാരണം ഇതിന്റെ ഉള്ളിലെ അതിന്റെ ഒരു ശാസ്ത്രീയതയുണ്ട്. ആ ശാസ്ത്രീയത നമുക്കറിയില്ല. ഇതാണ് നമ്മൾ മണ്ടന്മാരാണ് എന്ന് പറയുന്നത്. നമ്മൾ പലതും ഇന്നും ആചരിക്കുന്നുണ്ട്, അതൊക്കെ ഒരു അവിശ്വാസ രീതിയിലാണ് ആചരിക്കുന്നത്. ആദ്യം അതിനൊരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നതിന് ശേഷമാണ് നമ്മൾ ആചരിക്കുന്നത്. അത് ലോക നടപ്പ് അല്ലെങ്കിൽ എല്ലാവരും ചെയ്യുന്നത് കൊണ്ട് ഞാനും ചെയ്യണം, ഞാൻ ചെയ്തില്ലെങ്കിൽ ഇപ്പൊ എന്താ വിചാരിക്കുക. ഇപ്പൊ നമ്മൾ കുറിയിടുന്നത് പോലും അതാണ്. എല്ലാവരും കുറിയിടുന്നത്, എന്തിനാണ് കുറിയിടുന്നത് എന്നുള്ളത് വലിയ വ്യക്തതയൊന്നും നമുക്കില്ല. എല്ലാവരും കുറിയിടുന്നത് നല്ലതാണ്, അമ്പലത്തിൽ പോകുമ്പോൾ കുറിയിട്ട് പോകണമെന്ന് നമുക്കറിയാം. അത് എങ്ങനെ ഇടണമെന്ന് അറിയില്ല, എങ്ങനെയൊക്കെ ഇടുന്നു. അങ്ങനെ വരെ എത്തി. അതായത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഒരു കുറിയിടുക എന്നുള്ളത്. നമ്മൾ ഇങ്ങനെ പരമ്പരാഗതമായിട്ട് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതെന്തിനാണ് ഇടുന്നത്, അതിന്റെ ശാസ്ത്രീയത എന്താണ്, അങ്ങനെ ഒന്നും നമുക്കൊന്നും ചിന്തിക്കാനുള്ള ഒരു അവസരമോ അതിനൊരു ശാസ്ത്രീയ ബോധമോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമുക്കൊരു സ്കൂളിലോ കോളേജിലോ എവിടെയെങ്കിലും പഠിത്തമോ ഒന്നുമില്ല. പക്ഷെ അത് ചെയ്തു പോകുന്നു. നമസ്കരിക്കുന്നത് എന്തിനാ നമസ്കരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളിപ്പോ സമഭാവം പറയുമ്പോൾ എല്ലാവരിലും ഒരേ ആത്മാവാണ്, എല്ലാവരിലും ഒരേ ചൈതന്യം തന്നെയാണ് കുടികൊള്ളുന്നത്, ഈശ്വരൻ എല്ലായിടത്തും ഒരുപോലെയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരാളെ നമ്മൾ എന്തിനു നമസ്കരിക്കണം? ഒരു ചോദ്യമാണ്. അതും സാഷ്ടാംഗ നമസ്കാരം ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ കഷ്ടപ്പാടാണ്. കിടന്നിട്ട് നമസ്കരിക്കുക, അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ പഞ്ചാംഗ നമസ്കാരം, മുട്ടുകുത്തി നമസ്കരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ എന്താ കാര്യം? അത് നമ്മൾ കൈ കൊടുക്കുക, അല്ലെങ്കിൽ അതിന് എന്താ ഒരു വിഷ് ചെയ്യുക, അല്ലെങ്കിൽ കൈ കാണിക്കുക, തലയാട്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി. വാസ്തവത്തിൽ ഇതിനൊക്കെ അതിൻ്റെതായിട്ടൊരു ശാസ്ത്രീയതയുണ്ട്. ആ ശാസ്ത്രീയതയിലാണ് ഇതെല്ലാം നിൽക്കുന്നത്. അതുകൊണ്ട് ആചാരങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിന് നമുക്ക് വ്യക്തത ഇല്ല എങ്കിലും എന്താണോ നടപ്പുള്ള ആചാരം അതിൻ്റെ പൂർണ്ണതയോടുകൂടി ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ പൂർണ്ണത ഉണ്ടായാൽ മാത്രമേ അതിൻ്റെ ഫലം ഉണ്ടാവൂ. നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം അറിയില്ല എങ്കിൽ അതിനിപ്പോൾ എനിക്കിവിടെ ഒരു 2 മാസം സത്സംഗം നടത്തേണ്ടി വരും. ഇതിൻ്റെ ഓരോന്നിൻ്റെയും ശാസ്ത്രീയ അർത്ഥം പറഞ്ഞു വാക്കാം. ഇതെല്ലാം ശാസ്ത്രീയമായിട്ടുള്ള അർത്ഥമുണ്ട്. അതിന് പലതും ഇപ്പോൾ റിസർച്ച് ചെയ്ത് തെളിയിക്കപ്പെട്ടിട്ടുമുണ്ട്. ഞാൻ കൂടുതൽ ഊന്നി പറയാൻ ഉദ്ദേശിക്കുന്ന ചില പോയിന്റ് നമ്മുടെ സമൂഹത്തിൽ ഇന്നുണ്ടായിരിക്കുന്ന ചില പ്രശ്നങ്ങളുടെ ഒരു പരിഹാരം എന്നുള്ള രീതിയിലാണ്.
ചിലതൊക്കെ കുറച്ച് വിവാദമായിട്ടുള്ള കാര്യങ്ങളും ആവാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു പ്രൊക്കോഷൻ എടുത്തുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം അത് വളരെ ദയനീയമായ സ്ഥിതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ഞാൻ ഇവിടെ മാത്രമല്ല, ഇതിപ്പോ എല്ലാ സ്ഥലത്തും എവിടെയൊക്കെ സത്സംഗം ചെയ്യുന്നോ ഓരോ വർഷം നമ്മൾ ഓരോ കാര്യങ്ങൾ മുഖ്യമായിട്ട് എടുക്കും. അങ്ങനെ ഈ വർഷത്തെ മുഖ്യമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ എടുത്തിട്ടുള്ളത്, ചിന്തന വിഷയമായിട്ട് എടുത്തിട്ടുള്ളത് ഈ ആചാര ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സത്യത്തെ അറിയാൻ വേദാന്തത്തിലൂടെ നമുക്ക് സാധിക്കും എന്നത് സത്യമാണ്. പക്ഷെ വേദാന്തത്തിന്റെ തലങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ആചാരത്തിന്റെ തലങ്ങൾ കൂടി വേണം. അതോടൊപ്പം നേരത്തെ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ സമൂഹത്തെ, നമ്മുടെ വരും തലമുറയെ നിലനിർത്താൻ ആചാരം വേണം. ആചാരപ്രഭവോ ധർമ്മ ധർമ്മസ്യ പ്രഭുരച്യുത. ആചാരഹീനം ന പുനന്തി വേദാഹ എന്ന് ഒരു സൂത്രവാക്യവും ഉണ്ട്. ആചാരഹീനനായാൽ എവിടെയും രക്ഷയില്ല എന്ന്, വേദത്തിന് പോലും രക്ഷിക്കാൻ കഴിയില്ല എന്നർത്ഥം. അപ്പൊ അങ്ങനെയുള്ള ഒരു ജീവിത ചിട്ടയെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അതില് ഇന്നലെ നമ്മള് ഒരു 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 ബേസ് വേണമല്ലോ നമുക്ക് സംസാരിക്കാൻ. ഇന്നലെ നമ്മൾ സംസാരിച്ചത് ബ്രഹ്മചര്യ ആശ്രമത്തെ ബേസ് ചെയ്തിട്ടാണ്. ഇന്ന് നമ്മൾ ഗൃഹസ്ഥാശ്രമത്തെ ബേസ് ചെയ്ത് സംസാരിക്കുന്നത്. ഗൃഹസ്ഥാശ്രമമാണ് നമ്മുടെ സനാതന ധർമ്മത്തിന്റെ ഒരു ആചാര രീതിയിൽ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന, വേദത്തിലും ശാസ്ത്രത്തിലും നമ്മുടെ കുലത്തിലും ഒക്കെ പറഞ്ഞ ആചാരങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ആശ്രമം അല്ലെങ്കിൽ ഒരു അവസ്ഥ. ഈ ആശ്രമം എന്ന് പറഞ്ഞാൽ അവസ്ഥയാണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു. ഒരു നമ്മുടെ ശാരീരികമായ ഒരു അവസ്ഥ. ആ അവസ്ഥ എന്ന് പറയുന്നത് വൈവാഹിക ജീവിതം നയിക്കുന്ന അവസ്ഥയാണ്. ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കുന്ന അവസ്ഥ, കുട്ടികളും മക്കളും ഒക്കെ ആയിട്ട് അങ്ങനെ ജീവിക്കുന്ന അവസ്ഥ. നമ്മുടെ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള എല്ലാ മനുഷ്യരും ഏതെങ്കിലും വർഗങ്ങളിൽ പെടുന്നു. ഞാൻ വർഗത്തെ കുറിച്ച് പറയുമ്പോൾ വർഗീയവാദമാണെന്ന് കരുതരുത്. കാരണം ഇവിടെ കേരളത്തിൽ ഇതൊക്കെ പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ വാക്കുകളൊക്കെ വർഗം എന്ന വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നാളെ തന്നെ എല്ലാവരും പറയും സ്വാമിജി വർഗീയതയെ കുറിച്ചാണ് സംസാരിച്ചത്. കാരണം ഇങ്ങനെ കുറെ പദങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ. അത് കാര്യമായിട്ട് ആർക്കും അതിന്റെ അർത്ഥമൊന്നും അറിയില്ല. പക്ഷെ ഈ പദങ്ങൾ ഇങ്ങനെ പ്രയോഗിച്ചു പോകുന്നുണ്ട്. എല്ലാ മനുഷ്യരും, ജീവികളെന്നിവിടെ ജീവികളുടെ വേറെ വർഗമുണ്ട് എന്ന് വെച്ചോളൂ. എല്ലാ മനുഷ്യരും ഏതെങ്കിലുമൊക്കെ വർഗത്തിൽപ്പെട്ടതാണ്. നമ്മളെല്ലാവരും ഓരോരോ വർഗത്തിൽപ്പെട്ടവരാണ്, അല്ലെങ്കിൽ ഒരു വർഗത്തിൽപ്പെട്ടതാണ്, പല വർഗത്തിൽപ്പെട്ടതാണ്. ഒരു വർഗീകരണമുണ്ട്. ഇതിന് നമ്മൾ ഇന്നത്തെ ഭാഷയിൽ അതിനെക്കുറിച്ച് പഠിക്കുന്നതിന് എന്താ പറയാ? ആന്ത്രോപോളജി എന്നാ പറയാ. മനുഷ്യ വർഗ പഠനം, അതിന് ആന്ത്രോപോളജി എന്ന് പറയാം. വർഗീയ പഠനം അല്ലെങ്കിൽ വർഗ പഠനം എന്ന് പറഞ്ഞാൽ അത് വിവാദമാവും. പക്ഷെ ആന്ത്രോപോളജി എന്ന് പറഞ്ഞാൽ വിവാദമാവില്ല. കാരണം എന്താണ്? അതിൽ ഈ വർഗശബ്ദം ഇല്ലല്ലോ. അത്രേ കണ്ടുള്ളൂ. അതിന്റെ അർത്ഥമായിട്ട് നമുക്ക് ബന്ധമൊന്നുമില്ല. അപ്പോ വർഗീകരണം എന്ന് മാറ്റിക്കോളൂ, ആന്ത്രോപോളജി എന്ന് വെച്ചോളൂ വേണമെങ്കിൽ. എന്താണ് ഈ ആന്ത്രോപോളജി പഠിപ്പിക്കുന്നത്? അല്ല, അതിലെന്താണ് റിസർച്ച് ചെയ്യുന്നത്? ഓരോരോ മനുഷ്യരെ എടുക്കുന്നു, അവരുടെ രൂപവും ഭാവവും ഒക്കെ നോക്കി അവർ ഏത് ജീനിൽ നിന്ന് വന്നതാണ്, ഏത് വർഗത്തിൽ നിന്ന് വന്നതാണ്, ഏത് ദേശത്തിൽ നിന്ന് വന്നതാണ്, അങ്ങനെ ഒരു വിഭാഗം. അങ്ങനെയാണ് അതിൻ്റെ ഒരു ബേസിക് സ്റ്റഡി എന്ന് പറയുന്നത്. അതിൽ പിന്നെ പല തലത്തിലുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. അതിൻ്റെ എത്ര തലമുറയായിട്ട് മാറി, എത്ര തലമുറ ഇനി മാറാനിരിക്കുന്നു, എന്തൊക്കെ മാറ്റങ്ങൾ വന്നു, എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടില്ല, ജനറലായിട്ട് കണ്ടിന്യൂ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ഡിസ്കണ്ടിന്യൂ ചെയ്തു, ഇത് എത്ര തലമുറയ്ക്ക് ശേഷം ആയിരിക്കാം എന്നൊക്കെയുള്ള വിശദമായ പഠനം. ആരെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതൽ നിങ്ങൾക്ക് അറിയാവും. ഞാനൊരു ആന്ത്രോപോളജിസ്റ്റ് ഒന്നും അല്ല, പക്ഷേ ഞാനിത് നമ്മുടെ ശാസ്ത്രം പഠിക്കാൻ വേണ്ടിയിട്ട് അത് പഠിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ എന്താ ഇത് പറയുന്നത്? ഇങ്ങനെ ഒരു വർഗീകരണം ഉണ്ട് എന്ന് പറയും. ഈ ആന്ത്രോപോളജി പറയുന്നത് സത്യമാണെന്ന് ലോകം മുഴുവൻ അംഗീകരിക്കുന്നുണ്ട്. കാരണം ഈ ആന്ത്രോപോളജി പറയുന്ന വർഗീകരണത്തിന്റെ ബേസിലാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പോലും പ്രവർത്തിക്കുന്നത്. എന്തിനെന്ന് വെച്ചാല് ഒരു മനുഷ്യവർഗത്തിന്റെ ജീവിതചര്യയും ജീവിതത്തിൽ വരുന്ന രോഗങ്ങളും അതിന്റെ പ്രതിവിധികളും
ഓരോരുത്തർക്കും പ്രത്യേകമാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ഈ ആന്ത്രോപോളജി പഠിച്ചാലേ മനസ്സിലാവും. അത് മനസ്സിലാക്കിയിട്ടാണല്ലോ അവർക്ക് വേണ്ട മെഡിസിനും ബാക്കി കാര്യങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ. അങ്ങനെയാണ്. അപ്പൊ ഇതുണ്ട് എന്നുള്ളത് ഉറപ്പായി. ഈ വർഗീകരണ വ്യവസ്ഥയെ നമ്മുടെ സനാതന ധർമ്മത്തില് ഗോത്രങ്ങൾ എന്ന് പറയും. ഗോത്രങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഓരോരുത്തർക്കും ഓരോ ഗോത്രങ്ങളുണ്ട്. ഇതൊക്കെ ഒരു കാലത്ത് നമുക്ക് അറിയാമായിരുന്നു. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവർക്ക് പലർക്കും അവരുടെ ഗോത്രം ഏതാണെന്ന് അറിവുണ്ടാവില്ല. ഇപ്പൊ ഈ ആന്ത്രോപോളജിയിൽ ഏതിനെയാണോ വർഗം എന്ന് പറയുന്നത് അവരുടെ ഭാഷയിൽ ഓരോരോ പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോ ഇന്ത്യയിൽ തന്നെ നോർത്ത് ഇന്ത്യൻസിന്റെ വേറൊരു വർഗം, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻസിന്റെ വേറൊരു വർഗം, ദ്രവിഡ വർഗത്തിന്റെ വേറൊരു വർഗം, പിന്നെ അവിടുന്ന് പിന്നെ വിദേശത്തു നിന്ന് വന്ന വർഗം, ഇങ്ങനെയൊക്കെ കുറെ ഉണ്ട്. കേരളത്തില് കുറെ വർഗ്ഗങ്ങൾ മിക്സ് ആയി എന്നാണ് ഇപ്പോഴത്തെ ആന്ത്രോപോളജി സ്റ്റഡി പറയുന്നത്. ഞാൻ വായിച്ച ഗ്രന്ഥത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷേ ഒരുപാട് വൈദേശിക സങ്കരങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. കാരണം 10,000-2000 വർഷമായിട്ട് അങ്ങനെ കുറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോ വേറൊരു വിഷയമാണ്, നമ്മുടെ അറിയേണ്ട വിഷയം അതല്ല. അപ്പൊ എന്താണോ ഈ ആന്ത്രോപോളജിയില് വർഗീകരണമായിട്ട് ലോകത്തെ മുഴുവൻ അങ്ങനെ വിഭജിച്ചിരിക്കുന്നത്, അതുപോലെ നമ്മുടെ ശാസ്ത്രീയ വ്യവസ്ഥയെ അല്ലെങ്കിൽ ചിട്ടയെ, സമൂഹത്തിന്റെ വ്യവസ്ഥയെ എന്നേക്കുമായി വേണ്ട രീതിയിൽ നിലനിർത്താൻ, സമൂഹത്തിൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ജീവിത രീതി കൊണ്ടുവരാൻ അതിനനുസരിച്ച് ഒരു ഗോത്ര വ്യവസ്ഥ ഉണ്ടായിരുന്നു. ഗോത്ര വ്യവസ്ഥ എന്ന് പറയുന്നത് ഓരോരുത്തർക്കും, ഓരോ കുടുംബത്തിനും, അല്ലെങ്കിൽ നമ്മൾ ഒരു വിവാഹം കഴിക്കാൻ പോകുമ്പോൾ അയാൾ ഏത് ഗോത്രത്തിലുള്ള ആളെന്ന് നോക്കിയിട്ടാണ് വിവാഹം കഴിക്കുക. അതിനു മുമ്പ് ബ്രഹ്മചര്യ ആശ്രമത്തിൽ ഗുരുകുലത്തിൽ പോകുമ്പോഴും അവിടെ ഗോത്രം ചോദിക്കും. കാരണം ആ ഗോത്രം പറഞ്ഞ് ഗോത്രത്തിന്റെ ഒരു അനുഷ്ഠാനമൊക്കെ ചെയ്തിട്ടാണ് അയാൾക്ക് ദീക്ഷയൊക്കെ കൊടുക്കുക. അങ്ങനെ ഒരു ക്രമം ഉണ്ടായിരുന്നു. അപ്പൊ എന്തിനാണ് ഈ ഗോത്രം നോക്കുന്നത് എന്നാണ്. എന്തിനാണോ നമ്മൾ ആന്ത്രോപോളജി പഠിക്കുന്നത് അത് മാത്രമാണ് ഈ ഗോത്രത്തിന്റെ ഉദ്ദേശം. അതായത് ഈ ഗോത്രം എന്ന് പറയുന്നത് നമ്മുടെ ഏത് ഋഷിയുടെ ഗോത്രം എന്നുള്ളതാണ്. ആ ഋഷിയുടെ ഗോത്രത്തിന്റെ അനുസരിച്ചാണ് നമ്മുടെ ജീൻ, അതായത് നമ്മുടെ ഉള്ളിലുള്ള DNA വർക്ക് ചെയ്യുന്നത്. അതിന് അങ്ങനെയുള്ള കുറെ ഗുണങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇത് എവിടുന്ന് തുടങ്ങി എന്നുള്ളതാണ് ഈ ഗോത്രം പറയുന്നത്. ഏത് ഋഷിയിൽ നിന്ന് തുടങ്ങി അതനുസരിച്ച് ആ ഗോത്രം വരുന്നു. അപ്പൊ ഇന്നിപ്പം നമ്മൾ മലയാളത്തിൽ ഈ ഗോത്ര വിഭാഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദിവാസികളെന്നും അല്ലെങ്കിൽ കാട്ടില് ജീവിക്കുന്നവരെന്നും ഒക്കെയുള്ള അർത്ഥമുണ്ട്. അങ്ങനെ പറഞ്ഞാലും ഇന്ന് പ്രശ്നമാണ്. അങ്ങനെ ആദിവാസികളെന്നും കാട്ടിൽ ജീവിക്കണമെന്നും ഹരിജനങ്ങളെന്നൊന്നും പറയാൻ പാടില്ല. അതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഇത് പറയുന്നത്. അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെയുള്ള വിഭാഗങ്ങളൊക്കെ നമ്മൾ സൃഷ്ടിച്ചതാണ്. അപ്പോൾ ഈ ഗോത്രത്തിൽ നോക്കുമ്പോൾ 7 ഋഷികള്, സപ്തർഷികളെ പറയുന്നുണ്ട് ആദിമ ഗോത്ര ഋഷികളായിട്ട്. 8ാമത് അഗസ്ത്യ ഋഷിയും ചേർക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 8 ഗോത്രങ്ങളാണ് മൂലഗോത്രങ്ങളായിട്ട് വരിക. പിന്നെ ആ ഗോത്രങ്ങളുടെ ഉപഗോത്രങ്ങളായിട്ട് അനേകം ഗോത്രങ്ങളുണ്ട്. അപ്പൊ നമ്മള് ഏത് ജീൻ പരമ്പരയിൽ പെട്ടവരാണ് എന്ന് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമല്ലേ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ ഒരു പ്രവൃത്തിക്കും അത് ആവശ്യമില്ല. ഇന്ന് നിങ്ങൾക്ക് പിന്നെ ജോലി കിട്ടാനോ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കാനോ അത് കഴിഞ്ഞിപ്പോ വിവാഹം നടത്താനോ ഇതിനൊന്നും നമ്മൾ ഏത് ജീനിൽ പെട്ടവരാണ്, ഏത് ഗോത്രത്തിൽ പെട്ടവരാണെന്നുള്ള അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. അത് പോയി നോക്കാം. പക്ഷേ ജീനിന്റെ പേര് അല്ലെങ്കിൽ ഗോത്ര ഋഷിയുടെ പേര് പോയി എന്നുള്ളതൊക്കെ, നിങ്ങളുടെ ജീന് പോയിട്ടില്ല. DNA മാറിയിട്ടില്ലല്ലോ. DNA മാറില്ലല്ലോ, മാറാൻ പറ്റില്ല. ജീനൊന്നും മാറാൻ പറ്റില്ല. ഋഷിയുടെ പേര് മാറി, ഗോത്രം നിങ്ങൾ മറന്നുപോയി എന്ന് വെക്കാം. പക്ഷേ അതിന്റെ ജീന് മാറില്ല. അതുകൊണ്ട് ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊക്കെ വളരെ വിവാദമുള്ള വിഷയങ്ങളാണ്. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളാണ്, ശാസ്ത്രീയമായിട്ട് അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളാണ്. ഇതിനെക്കുറിച്ച് ഇന്ന് റിസർച്ച് ചെയ്ത് വളരെ പക്കയായിട്ട്, വളരെ നിശ്ചിതമായിട്ടുള്ള റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ നോക്കിക്കാളും. കാരണം ഇതൊന്നും നമ്മുടെ ഭാരതത്തിൽ നടക്കുന്ന റിസർച്ചുകളല്ല. നമുക്ക് അതിനൊന്നും സമയമില്ല. നമുക്ക് ഇവിടെ ആരും സപ്പോർട്ട് ചെയ്യാനും പറ്റില്ല. വിദേശത്ത് അവരത് റിസർച്ച് ചെയ്ത് ഇത് മുഴുവൻ സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെയൊക്കെ ആണെന്നുള്ളത് കൊണ്ടാണ് ഈ ധർമ്മത്തിന് ഇത്രയും കാലം നിലനിൽക്കാൻ പറ്റിയതെന്ന്. അപ്പൊ ഈ ഗോത്രം പറഞ്ഞുവല്ലോ, നമ്മുടെ എല്ലാം ഗോത്രമുണ്ട്. ഈ ഗോത്രത്തില് ആദ്യത്തെ നമ്മുടെ ആ ഗോത്രം അറിയേണ്ടതിന്റെ ആവശ്യകത എന്ന് പറയുന്നത് നമ്മുടെ ജീനിന്റെ വർഗം
ഇപ്പോൾ ജീനിൽ ABCD എന്നൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതുപോലെ വസിഷ്ഠ ഗോത്രം, ഭരദ്വാജ ഗോത്രം, അല്ലെങ്കിൽ കശ്യപ ഗോത്രം, ഇങ്ങനെ ഓരോരുത്തരുടെ പേരിൽ ആ ഗോത്രം വരുന്നു. അവരുടെ പിന്നെ പ്രവര ഋഷിമാരുണ്ട്, പ്രവരന്മാര് 3 പ്രവരന്മാർ മുഖ്യമായിട്ടുണ്ടാവും. അവരുടെ അനുസരിച്ച് ആ ഗോത്രത്തിന്റെ, അതായത് ഈ ലീനേജിലാണ് എൻ്റെ ഫാമിലി വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ വന്നിരിക്കുന്നത്. അങ്ങനെ വർഗം അറിയുന്നു. ഈ വർഗം അറിയുന്നതിൽ വേറെയും ചില കാര്യങ്ങളുണ്ട്. ഈ വർഗത്തിൽ 7 അല്ലെങ്കിൽ 8 വർഗത്തിൽപ്പെട്ട ഗോത്രത്തിൽപ്പെട്ട മുഴുവൻ മനുഷ്യരെന്ന് പറഞ്ഞാൽ ഭാരതത്തിലുള്ളവർ മാത്രമല്ല എടുക്കുന്നത്, മുഴുവൻ പേരെ എടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഭൂമിയിൽ ജനിച്ചവരെല്ലാവരും എടുക്കുന്നുണ്ട്. ഭാരതത്തിൽ അത് അനുസരിക്കുന്നു, മറ്റുള്ളവർ അനുസരിക്കുന്നില്ല, അവർക്കത് അറിയില്ല എന്നുള്ളത് കൊണ്ട് എന്തായാലും എടുക്കുമ്പോൾ മുഴുവൻ എടുക്കുന്നുണ്ട്. അതില് ഈ ഓരോ ഋഷിയുടെ പരമ്പരയിലും ഗോത്രത്തിലും വന്നവർക്ക് ഓരോ വേദങ്ങള്, മുഖ്യമായിട്ട് ഓരോ ശാഖകളുണ്ട്. ഓരോ വേദങ്ങളും ഓരോ ശാഖകളുണ്ട്. അപ്പൊ നിങ്ങളിവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും തന്നെ ഒരു വേദമുള്ളവരും ഒരു ശാഖയുള്ളവരും വൈദികരുമാണ്, ബൈ ബർത്ത് അല്ലെങ്കിൽ നമ്മുടെ ലീനേജ് അനുസരിച്ച്. അതുപോലെ ഈ വേദശാഖകൾ ഉള്ളതുപോലെ തന്നെ എല്ലാവർക്കും ഓരോ സൂത്രങ്ങളുണ്ട്. സൂത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ആപസ്തംഭ ഗൃഹ്യസൂത്രം എന്നും അതുപോലെ ഓരോരോ സൂത്രങ്ങളുണ്ട്. അത് അറിയാവുന്നവർ ചിലവരൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ ഏത് സൂത്രമാണെന്ന്. അതെന്താണ് ഈ സൂത്രം എന്ന് പറഞ്ഞാല്, നമ്മുടെ ഗൃഹത്തിലെ ഈ ലീനേജിൽപ്പെട്ടവര്, ഈ ഗോത്രത്തിൽപ്പെട്ടവര്, ഈ വേദത്തിൽപ്പെട്ടവര്, ഈ ശാഖയിൽപ്പെട്ടവര് അവരുടെ ഗൃഹത്തിൽ എന്തൊക്കെ ആചരണങ്ങൾ ചെയ്യണം, അവരെ കുട്ടികളെ എങ്ങനെ വളർത്തണം, അവര് ഏത് കർമ്മങ്ങൾ ചെയ്യണം, ഏത് കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് അത്ഭുതം തോന്നും. ഇത് എത്രയോ ആയിരക്കണക്കിന് വർഷം മുമ്പ് ചെയ്തു വെച്ചതാണ്. ഇന്നും കുറച്ചെങ്കിലും ആൾക്കാർ അറിയുന്നവര് അത് പരിപാലിക്കുന്നുമുണ്ട്. ഇതിനെയാണ് നമ്മൾ കുലധർമ്മങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കുലധർമ്മം എന്ന് പറഞ്ഞത് ഒരു 1000 വർഷം മുമ്പ്, 100 വർഷം മുമ്പ് അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടായതൊന്നുമല്ല, ആരും നമുക്ക് തന്നതല്ല. ഇതിങ്ങനെ പരമ്പരയായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നതാണ്. ഇതിന്റെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതിന്റെ അർത്ഥമൊന്നും നമുക്ക് അറിയില്ല, എന്തിനാണ് ചെയ്യണമെന്ന് അറിയില്ല. അത് പരമ്പരയായിട്ട് അങ്ങനെ അച്ഛൻ മകൻ എന്നുള്ള ആ ക്രമത്തില് പരിപാലിച്ചു പോകുന്നു. ഇതിനെ നമ്മൾ കുലധർമ്മങ്ങൾ എന്ന് പറഞ്ഞു. നമ്മളിപ്പോ ചെയ്തെന്താണ്, നമ്മുടെ എഡ്യൂക്കേഷൻ നമ്മൾ പ്രബുദ്ധരായപ്പോ, കൂടുതൽ പ്രബുദ്ധരായപ്പോൾ ചെയ്തത് ആദ്യം കുലധർമ്മങ്ങൾക്ക് എതിരായിട്ട് പറയാൻ തുടങ്ങി. കാരണം ഈ സ്കൂളിൽ പോകുമ്പോഴേ ആദ്യം നമ്മളെ പഠിപ്പിക്കുന്നത് നിന്റെ അച്ഛനും അമ്മയും ശരിയല്ല എന്നാണ്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ആശ്ചര്യം തോന്നും, അങ്ങനെ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? പക്ഷെ അതാണ് പഠിപ്പിക്കുന്നത്. എന്താ പറയാ, അച്ഛനും അമ്മയ്ക്കൊന്നും വിദ്യാഭ്യാസം ഇല്ല, അവര് പറയുന്നത് ഇതിലൊന്നും കാര്യമില്ല, അതൊന്നും നീ ചെയ്യേണ്ട കാര്യമില്ല. കുറിയിട്ട് പോയി കഴിഞ്ഞാൽ പറയും, ആരാ നിനക്ക് കുറിയിടാൻ പഠിപ്പിച്ചത്? അത് അച്ഛൻ പറഞ്ഞു അല്ലെങ്കിൽ അപ്പൂപ്പൻ പറഞ്ഞു കുറിയിടണമെന്ന്. അയ്യോ, അയാൾക്ക് എന്തറിയാം, അയാൾ ഒരു 1ാം ക്ലാസ്സിൽ പോലും പോയി പഠിക്കാത്ത ആളിന് എന്താ കുറിയിടനെ കുറിച്ച് എന്തറിയാം? ഈ കുറിയൊന്നും ഇടേണ്ട കാര്യം ഒരു കാര്യമില്ല, നല്ല പൗഡറൊക്കെ ഇട്ട് നല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത് വരികയുള്ള കുറിയൊക്കെ എന്തിനായിട്ടുള്ളത്? നമ്മൾ കുട്ടിക്കാലത്ത് ഭസ്മം ധരിച്ചൊക്കെ പോകുമ്പോഴും നമ്മളടുത്ത് അങ്ങനെ സ്കൂളിൽ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് വിരോധം ഉണ്ടായിട്ടുണ്ട്. അപ്പോ അങ്ങനെ അത് നമ്മൾ ഉപേക്ഷിച്ചു. ഒരു കാലത്ത് ശിഖ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. ഇങ്ങനെ പുറകയും പിൻശിഖയും മുൻശിഖയും ഒക്കെ ആയിട്ട്, സൈഡ് ശിഖയും ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞ പല കാര്യങ്ങൾ, ഇതെല്ലാം സൂത്രങ്ങൾ അനുസരിച്ചാണ് വരുന്നത്. അതൊക്കെ ഉണ്ടായിരുന്നു. അത് നോക്കിക്കഴിഞ്ഞാൽ അത് അവർ ഏത് സൂത്രത്തിൽപ്പെട്ടവരാണെന്ന് അവർക്ക് തിരിച്ചറിയാമായിരുന്നു, ഏത് ശാഖയിൽ വേദത്തിൽപ്പെട്ടവരാണെന്ന് അവർക്ക് തിരിച്ചറിയാമായിരുന്നു. അപ്പൊ അതൊക്കെ നമ്മൾ എടുത്തു കളഞ്ഞു, അത് വേണ്ടാന്ന് വെച്ചു. ഇപ്പൊ അങ്ങനെ ശിഖയൊന്നും ആർക്കും ഇല്ല, ഇങ്ങനെ എല്ലാം വേണ്ടാന്ന് വെച്ചു. ഇപ്പൊ ശിഖ വച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നിപ്പോ നമ്മൾ ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഒരു ഫാഷനാണെന്നെങ്കിലും കൂടെ പറഞ്ഞുകൂടെ? അറ്റ്ലീസ്റ്റ് ഇപ്പൊ പിള്ളേരൊക്കെ വെക്കുന്നുണ്ട് ഇതുപോലെ ശിഖ. പലരെയും കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ ശിഖയാണെന്ന് തോന്നുള്ളൂ. ഇപ്പോഴത്തെ ഒരു ഫാഷനാണത്. എങ്ങനെയോ തിരിച്ചു പറഞ്ഞ് വീണ്ടും ഫാഷനായിട്ട് തിരിച്ചു വന്നിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കാം. അപ്പൊ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഗോത്രത്തിൽ പെടുന്ന ആ ഗോത്രത്തിലെ ആചാരങ്ങള്, അവിടെ വേദം, ആ വേദത്തിന്റെ ശാഖകള്, സൂത്രം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങള്, ഈ സൂത്രത്തിൽ പറയുന്നതിന് ഓരോ കാര്യത്തിലും അതിലെ എങ്ങനെ കാലും കൈയൊക്കെ കഴുകുമ്പോ നിങ്ങൾക്ക് ചിലപ്പോ തമാശ തോന്നും. ഒരു വേദത്തിലെ ഒരു ശാഖയിലെ ഒരു സൂത്രത്തിൽപ്പെട്ട ആള് കാല് കഴുകുന്നത് നോക്കിയാൽ പറയാൻ പറ്റും ഇയാൾ ഏതിലാണ്. കാരണം കാല് കഴുകുന്നതിന് ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ചിലവർക്ക് ലെഫ്റ്റ് കാല് പുറകുന്ന് കഴുകണം, ചിലർക്ക് റൈറ്റ് കാല് മുന്നിൽ നിന്ന് കഴുകണം, സൈഡിൽ നിന്ന് കഴുകണം, ഇങ്ങനെയൊക്കെ ഉണ്ട്. കാലിൽ നമ്മളെ വെള്ളം ഒഴിക്കില്ലേ, കിണ്ടിയിൽ നിന്ന് വെള്ളം ഒഴിക്കാറുണ്ടല്ലോ അകത്തേക്ക് കയറുമ്പോഴൊക്കെ, അതിൽ വരെ
ചിട്ടയുണ്ടായിരുന്നു. ഇനി അതിനപ്പുറത്ത് പറയേണ്ട കാര്യമാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ അതെല്ലാത്തിലും ഒരു ചിട്ടയുണ്ടായിരുന്നു. അപ്പൊ ആ ചിട്ടയാണ് അത് കാണിക്കുന്നത്. അതിൽ വലിയ കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് തൽക്കാലം ഒന്നും പറയാനില്ല. പക്ഷേ അതൊരു ചിട്ടയായിരുന്നു, ഒരു ആചാരമായിരുന്നു. അങ്ങനെയാണ് ഇതെല്ലാം സംരക്ഷിച്ചിരുന്നത്. നമ്മുടെ സയൻസ് എന്താണ്, നമ്മുടെ ശാസ്ത്രം എന്താണ് ഇതിലെന്ന് ചോദിച്ചാൽ, ഈ ആചാരങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ ആഹാര രീതിയും നമ്മുടെ ഈ അധ്യയനവും വേദാധ്യയനവും ഈ പറയുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ പരമ്പരയായിട്ടുണ്ടായിരുന്നത് കൊണ്ട് അതൊക്കെ നമ്മുടെ ജീനിൽ വന്നിട്ടുണ്ട്. കാരണം ഇന്നത്തെ ജീൻ സംബന്ധിച്ച് അല്ലെങ്കിൽ സെൽ ബയോളജിയൊക്കെ സംബന്ധിച്ച് സ്റ്റഡിയിൽ പറയുന്നത്, ആദ്യം പറഞ്ഞത് DNA ചേഞ്ച് ചെയ്യാൻ പറ്റില്ലെന്നായിരുന്നു, ഡാർവിന്റെ സിദ്ധാന്തം അനുസരിച്ചുള്ള ഒരു വഴി. പക്ഷേ ഇന്ന് പറയുന്നത് DNA ചേഞ്ച് ആവുമെന്നാണ്, സമയാസമയങ്ങളിൽ ചേഞ്ച് ആവും. DNA ചേഞ്ച് ആവണ എങ്ങനെയാണ്? ആചാരത്തിലൂടെയാണ് DNA ചേഞ്ച് ആവുന്നത്. എൻവോൺമെന്റ്, ഏതൊരു പരിസ്ഥിതിയിലാണോ നാം ജീവിക്കുന്നത്, എങ്ങനെയാണോ നമ്മളെ പിതൃക്കളെ ആചരിക്കുന്നത്, അതായത് ഭക്ഷണം കഴിക്കുന്നത്, ആചരിക്കുന്നത്, ജീവിക്കുന്നത്, അത് തലമുറകൾക്ക് ശേഷം ഇത് DNA പ്രവേശിക്കുകയും അത് ചെയ്യാനുള്ള താല്പര്യം അവരിൽ ഉണ്ടാവുകയും അത് ചെയ്താൽ അവരുടെ ജീവിതം അല്ലെങ്കിൽ ശരീരവും മനസ്സും ഒക്കെ അനുകൂലമായി പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് ഇന്നത്തെ സെൽ ബയോളജി അല്ലെങ്കിൽ നിയോ സെൽ ബയോളജി എന്നൊക്കെ പറയുന്ന സാധനം നിശ്ചയിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ DNA ചേഞ്ച് ആവും എന്നർത്ഥം. അത് ചേഞ്ച് ആവുന്നത് ഇങ്ങനെയാണ്. ഇവിടെ നമ്മുടെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ പരമ്പരയില് പൂർവികർ ചെയ്തു വന്ന ആചാരത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും അല്ലെങ്കിൽ അവരുടെ ബുദ്ധിയുടെയും ശക്തിയുടെയും ഒക്കെ ബലം, അതിൻ്റെ സൂക്ഷ്മാതിസൂക്ഷ്മാംശം നമ്മുടെ ശരീരത്തിലും മനസ്സിലും പ്രവിഷ്ടമായിട്ടുണ്ട്. അതിനനുകൂലമായിട്ട് നാം ജീവിക്കുകയും ആഹാര രീതിയിൽ ആ രീതിയിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ നമ്മുടെ മനസ്സും ശരീരവും അതുമായിട്ട് ട്യൂൺഡ് ആകുന്നത് കൊണ്ട് നമ്മുടെ ജീനിൽ അല്ലെങ്കിൽ നമ്മുടെ സെല്ലുകൾക്ക് ഏറ്റവും കൂടുതൽ എനർജി ഉൽപ്പാദിപ്പിക്കാനും നമ്മുടെ മനസ്സിന്, ബ്രെയിനിന് ഏറ്റവും സക്ഷമമായി പ്രവർത്തിക്കാനും കഴിയും. ഇതാണ് സയൻസ് പറയുന്നത്. അങ്ങനെ ചെയ്യാൻ കഴിയുമെന്നാണ്. ഇന്ന് മാറാൻ പറ്റാത്ത പല രോഗങ്ങളും ചികിത്സകരുടെ അടുത്ത് പോകുമ്പോൾ അവർ പറയുക, പലരുടെ അനുഭവമാണ്, നിങ്ങളുടെ ഒക്കെ ചിലപ്പോൾ അനുഭവം ഉണ്ടാവും. അവർ പറയുന്നത്, നിങ്ങൾ ആഹാര രീതി മാറ്റിയിട്ട് നിങ്ങളുടെ അമ്മുമ്മയും അപ്പൂപ്പനും അല്ലെങ്കിൽ പൂർവികർ കഴിച്ച ആഹാരം കഴിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞു നോക്കൂ, അപ്പം മാറും. അങ്ങനെ ഫോളോ ചെയ്യുന്ന പലരും ഇന്ന് നഗരങ്ങളിലുണ്ട്. ഈ ആഹാര രീതി മാറ്റി. എന്തിനാണത് പറയുന്നത്? കാരണം ഈ പൂർവികമായ ആഹാര രീതിയുടെ ബേസിക് ആയിട്ടുള്ള ചേഞ്ച് വന്നതുകൊണ്ട്, ആ ഗുണം മാറുന്നത് കൊണ്ട് ഉണ്ടായ പ്രശ്നങ്ങളാണ് ശരീരത്തിൽ ഉണ്ടാകുന്ന 90% രോഗങ്ങളും. അതുമായിട്ട് എപ്പോഴും ശരീരം മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ശരീരത്തിന്റെ ഉള്ളിലുള്ള സെല്ലിന്റെ ഉള്ളിലുള്ള ജീനിലുള്ള ഇൻഫർമേഷൻ അനുസരിച്ചല്ല ഈ ആഹാരം ചെല്ലുന്നത്. അപ്പൊ ആദ്യമൊക്കെ കുറച്ച് ദിവസമൊക്കെ അത് വിഷം പോലെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും, കുറച്ച് ദിവസം അഡ്ജസ്റ്റ് ചെയ്യും. അത് കഴിയുമ്പോൾ ഇത് റിയാക്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ രോഗങ്ങൾ വരും. കാരണം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് ഗുണങ്ങളെയും ദോഷങ്ങളെയും എടുത്തു മാറ്റാനുള്ള ഒരു ബേസിക് സിസ്റ്റം നമ്മുടെ പരമ്പരയായിട്ട് ജനിച്ചിട്ടുണ്ട്, നമ്മളിലുണ്ട്. ഇപ്പൊ നോർത്തിൽ ജീവിക്കുന്നവർക്ക് ചപ്പാത്തി കഴിച്ചാലേ ദഹിക്കുള്ളൂ. അവർക്ക് രാവിലെയും വൈകിട്ടൊക്കെ 10-20 ചപ്പാത്തി കഴിക്കാം, ദഹിക്കും. നമ്മളിവിടെ അത് കഴിച്ചാൽ ദഹിക്കില്ല. നമുക്ക് ചോറ് കഴിച്ചാലേ ദഹിക്കുള്ളൂ. അത് നോർത്തിൽ തണുപ്പത്ത് പോയാലും ചോറും സാമ്പാറും ഇഡലിയും സാമ്പാറും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ദഹന പ്രക്രിയ ശരിയാവുള്ളൂ. അല്ലെങ്കിൽ പറയില്ലേ, ചോറ് ഇത്രയും ദിവസമായിട്ട് ചോറ് കഴിച്ചില്ല, എങ്ങനെയാ ജീവിക്കുക? അങ്ങനെ ഒരു വേവലാതി ഉണ്ടാവും. കാരണം എന്താണ്? അതും ആഹാരം തന്നെയാണ്. എന്താണോ ചോറിലുള്ളത് അതേ കണ്ടൻസ് കോമ്പൗണ്ട്സ് ഒക്കെ തന്നെയാണ് ഗോതമ്പിലും ഉള്ളത്. പക്ഷേ അത് നമുക്ക് ദഹിക്കില്ല. കാരണം എന്താണ്? നമ്മുടെ ബയോളജിക്ക് അത് അനുകൂലമല്ല, നമ്മുടെ ഫിസിയോളജിക്ക് അത് അനുകൂലമല്ല. അതാണ് ഈ ജീൻ അല്ലെങ്കിൽ നമ്മുടെ ഗോത്ര പരമ്പരയുടെ പ്രത്യേകത. അപ്പൊ അതുപോലെ ഇതൊരു ഭൗതികമായ രീതിയിൽ നോക്കുക, എത്ര സൂക്ഷ്മമെന്ന് നോക്കുക. ഇതിപ്പോ ഞാനൊരു സംക്ഷേപ രൂപത്തിൽ പറയുകയാണ്. അതിൻ്റെ ഒരു സയൻസ് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട്, ആചാരത്തിൻ്റെ ഗുണം എന്താണെന്ന് മനസ്സിലാവാൻ. അതുകൊണ്ട് നമ്മൾ അതനുസരിച്ച് ജീവിച്ചാൽ, ഇനി എന്ത് നാസ്തികത നിങ്ങൾ പറഞ്ഞോളൂ, നിങ്ങൾ എവിടെ എന്ത് പ്രവർത്തിച്ചോളൂ, എങ്ങനെ ചെയ്തോളൂ, ജീവിക്കുന്നത് നമ്മുടെ കുലാചാരം അനുസരിച്ച്, ആ സ്ഥലത്തിനും യോജിക്കുന്ന അനുസരിച്ച് നമ്മുടെ ആഹാര രീതിയും അങ്ങനെ വെച്ച് ജീവിച്ചാൽ മാത്രം മതി നിങ്ങളുടെ ആരോഗ്യം മനസ്സും സംരക്ഷിക്കാൻ.
ഇതിന് രണ്ടാമത്തെ വശമാണ് സൂക്ഷ്മവശം. അപ്പൊ അധ്യയനം എന്ന് പറയുന്ന കാര്യം, അതായത് നമ്മുടെ ഈ ജീനിൽ തന്നെ, ജീനാണ് ശരിക്കും ബ്രെയിനിന് എനർജി കൊടുക്കുന്നത്. ജീനിൽ നിന്ന് സെല്ലുകളുടെ കൂടെ പ്രവർത്തിച്ച് അതിലൂടെയാണല്ലോ സെല്ലാണ് എനർജി ഉണ്ടാക്കുന്നത്, സെല്ല് എനർജി ക്രിയേറ്റ് ചെയ്യുന്നു, ബ്രെയിനിന് സപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഇത് പോയിട്ട് ബ്രെയിനിലുള്ള ചില പ്രത്യേക സെല്ലുകൾ ആക്ടിവേറ്റ് ചെയ്യുന്നു. അതനുസരിച്ചിട്ടാണ് നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ ബ്രെയിനിന്റെ സയൻസ് അനുസരിച്ച് നമുക്ക് പറയാവുന്ന കാര്യം ഒന്ന് വെക്കാം, അത് വെക്കാം. നമ്മളിപ്പോൾ കർമ്മവും നമ്മുടെ യോഗ തിയറി ഒന്നും വേണ്ട, ഇത് തന്നെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതിലെന്താണ് നമ്മുടെ അറിവുകള് എവിടെ എങ്ങനെ ഉണ്ടായിരുന്നു, നമ്മുടെ പൂർവികരുടെ അറിവുകൾ എങ്ങനെ ഉണ്ടായിരുന്നു, അവരെന്താണ് പഠിച്ചത് ചെയ്തത്, അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കുകയും ചെയ്യുകയും ചെയ്താൽ, ആ രീതിയിലുള്ള പ്രവൃത്തികൾ നിങ്ങൾ ചെയ്താൽ അതിൻ്റെ ഏറ്റവും നല്ല നൈപുണ്യം പ്രാപിക്കാൻ കഴിയും. കാരണം എന്താണ്, നേരത്തെ പറഞ്ഞ അതേ റീസൺ തന്നെയാണ്. കാരണം നമ്മുടെ ശരീരത്തിലും മനസ്സിലും ആ ഒരു വസ്തുതയോടൊരു ചേർച്ചയുണ്ട്. ഇന്ന് നമ്മൾ ജോലി സ്ഥലത്ത് പോയി ജോലി ചെയ്യുന്നതിൽ 80% ആൾക്കാരും ജോലി ചെയ്യുന്ന ആ ജോലിയിൽ അതൃപ്തരാണ്. കേവലം ബാധ്യസ്ഥത കൊണ്ട് അല്ലെങ്കിൽ ബദ്ധരായത് കൊണ്ട് ജോലി ചെയ്യുന്നു എന്നുള്ളൂ. പക്ഷെ ജോലി എൻജോയ് ചെയ്തല്ല ജോലി ചെയ്യുന്നത്. ജോലി എൻജോയ് ചെയ്ത് ജോലി ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ക്ഷീണം ഉണ്ടാകുന്നത്. ഇതിപ്പോ വന്നൊരു പുതിയ സ്റ്റഡിയാണ്. നിങ്ങളിപ്പോ എനിക്ക് തോന്നുന്നു ഒരു 2 മാസം മുമ്പ് വന്നൊരു സ്റ്റഡിയാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എന്നോ മറ്റോ ആണ്. ആഹാരവും ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവരൊരു സ്റ്റഡി ഇപ്പോൾ ഇറക്കിയിരുന്നു. അതിപ്പോ നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അതിൽ പറഞ്ഞിരിക്കുന്നത് ശരിക്കും നമ്മൾ തളർന്നു പോകുന്നത് എന്തുകൊണ്ടാണ്. അപ്പൊ തളർന്നു പോകുന്നതിന് 2 കാരണങ്ങളാണ്. ഒന്ന് ശരീരം തളരുന്നു, 2 മനസ്സ് തളരുന്നു. 2 കാരണങ്ങളാണുള്ളത്. ശരീരം തളരുന്നത് ശരിക്കും ഒരു തളർച്ചയല്ല. ശരീരത്തിന്റെ തളർച്ച മാറ്റാൻ നമ്മൾ ഒന്ന് ഉറങ്ങിയാൽ മതി. ഒരൊറ്റ ഉറക്കം അല്ലെങ്കിൽ 2 മണിക്കൂർ 3 മണിക്കൂർ നമ്മൾ ശരിയായിട്ട് വിശ്രമിച്ചു കഴിഞ്ഞാൽ അപ്പൊ ശരീരത്തിന്റെ തളർച്ച പോകും. കാരണം ശരീരം അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് ശരിയായിട്ടുള്ള സമയത്ത് ഭക്ഷണവും വെള്ളവും കിട്ടുകയും ഇങ്ങനെ അല്പം വിശ്രമം കൊടുക്കുകയും ചെയ്താൽ ശരീരം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഇഷ്ടപ്പെടാത്ത ജോലി നിരന്തരം ചെയ്ത് നമ്മുടെ മനസ്സ് തളർന്നു പോകുന്നൊരവസ്ഥ വന്നാൽ മനസ്സിന്റെ തളർച്ച ഉറങ്ങിയതുകൊണ്ടും വിശ്രമിച്ചത് കൊണ്ടും അല്ലെങ്കിൽ തമാശ സിനിമ കണ്ടതുകൊണ്ടൊന്നും മാറില്ല. ആൾക്കാർ ഇപ്പം അങ്ങനെയാണ് വിചാരിക്കുന്നത്. ഒരു തമാശ പടം കണ്ടു കഴിഞ്ഞാൽ എല്ലാം റിലാക്സ് ആവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് മാറില്ല. കാരണം എന്താണ്, നമ്മുടെ മൊത്തം സിസ്റ്റം, മാനസിക അവസ്ഥ അല്ലെങ്കിൽ മനസ്സിന്റെ സൂക്ഷ്മതലം ഈ പറയുന്ന സംഗതിയുമായിട്ട് മല്ലിട്ടുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് ജീവിക്കാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് നമ്മളിത് പോയി ചെയ്യുന്നു. അപ്പൊ അതിൽ നമ്മൾ തളർന്നു പോകും. എന്നിട്ട് അവസാനം അവശരായി മാനസികമായ സംഘർഷത്തോടു കൂടി വീട്ടിൽ തിരിച്ചു വരുന്നു. ആ സംഘർഷം മുഴുവൻ വീട്ടുകാരോട് കാണിക്കുന്നു. വീട്ടിൽ പ്രശ്നമാകുന്നു, വഴക്കാകുന്നു, അടിയാകുന്നു. ഒന്നും ഇഷ്ടപ്പെടുന്നില്ല, ആഹാരം ഇഷ്ടപ്പെടുന്നില്ല, ബാക്കി പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല, ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഒരു ഇഷ്ടപ്പെടാത്തൊരു ജീവിതമായി മുന്നോട്ട് പോകുന്നു. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാകും. കാരണം എന്താണ്, ഇത് സബ് കോൺഷ്യസ് മനസ്സിന്റെ തലത്തിലാണ് സംഭവിക്കുന്നത്, കോൺഷ്യസ് മനസ്സിലല്ല സംഭവിക്കുന്നത്. എത്ര സൂക്ഷ്മമാണതെന്ന് നോക്കൂ. അപ്പൊ അങ്ങനെ ഈ അനുകൂലമല്ലാത്തൊരു പരിസ്ഥിതിയിൽ നമ്മൾ ജീവിക്കുമ്പോ ശരീരവും മനസ്സും പൂർണ്ണ ശക്തിയോടുകൂടി പ്രവർത്തിക്കില്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ താല്പര്യം. നമ്മുടെ കഴിവുകൾ, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ, നമ്മുടെ ക്രിയേറ്റിവിറ്റിയൊന്നും നമുക്ക് ഉപയോഗിക്കാനേ പറ്റില്ല. നമ്മൾ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് തട്ടിമുട്ടി ജീവിച്ചു പോവുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി അങ്ങനെ ജീവിച്ചു പോകുന്നു മാത്രമാണ്. എന്നാൽ ഇതിനനുകൂലമായ ഒരു പ്രവൃത്തിയാണ് നാം ചെയ്യുന്നതെങ്കിൽ, ഈ പറഞ്ഞ സിസ്റ്റത്തിന് അനുകൂലമായ ഒരു പ്രവൃത്തി നമ്മളിൽ ഉണ്ടെങ്കിൽ, അത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലെ എല്ലാത്തിനെയും സഹായിക്കും, എല്ലാ പ്രവൃത്തികളെയും സഹായിക്കും, അനുകൂലമായി സഹായിക്കും. അപ്പൊ ഇപ്പോ നമുക്ക് നമ്മുടെ ഗോത്രം അറിയാനും ബാക്കി ഇതിനൊന്നും ഒരു വഴിയില്ല എന്ന് നമുക്ക് തോന്നാം. പക്ഷേ ചില വഴികളൊക്കെ ഉണ്ട്, അതിനുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട്. ഗോത്രം അറിയാമെങ്കിൽ അവരുടെ വേദവും പരമ്പരയും സൂത്രവും ഒക്കെ അറിയാനുള്ള വഴികളുണ്ട്. അങ്ങനെയൊക്കെ ചില പദ്ധതികളൊക്കെ ഉണ്ട്. ഇപ്പോൾ അതിന് പൗരാണികമായിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിപ്പോ പ്രാവർത്തികമാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അങ്ങനെ പ്രാവർത്തികമാക്കാതെ തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ കുലാചാരങ്ങളെ മാത്രം നോക്കി ജീവിതത്തെ നമുക്ക് വളരെ നന്നായിട്ട് മെച്ചപ്പെടുത്താൻ പറ്റും.
അതുപോലെ ആരാധനാ രീതിയിൽ, ഇപ്പൊ ഈ ആരാധനാ രീതിയിൽ നമ്മൾ പറയുന്ന ഇതേ സയൻസിന്റെ ബേസിൽ നമുക്ക് ഏത് ഇഷ്ടദേവനും ആവാം. അത് വിഷ്ണുവോ ശിവനോ ദേവിയോ പിന്നെ മുരുകനോ അയ്യപ്പനോ ആരെയും ഇഷ്ടദേവനായിട്ട് കൽപ്പിക്കാം. പക്ഷേ വാസ്തവത്തില് നമ്മുടെ കുലദേവന്മാര് ആരാണോ ഉള്ളത്, കുലദേവന്മാര്, ഏത് ദേവനെ പൂജിച്ചാലും അതിനു മുമ്പായിട്ട് ആദ്യം കുലദേവന കുലദേവിയെയോ പൂജിക്കണമെന്നാണ്. കുലദേവി പൂജയാണ് ശരിക്ക് ഒരു ഗൃഹസ്ഥനായിട്ടുള്ള ഒരാളിന് വിഹിതമായിട്ടുള്ളത്. ഇത് നമ്മള് ഇപ്പൊ ഇക്കാലത്തല്ല, ഇത് മഹാഭാരതത്തിലും പുരാണങ്ങളിലും എവിടെയും നോക്കിക്കോളും. മംഗളകാര്യങ്ങളൊക്കെ നടക്കുന്നതിന് മുമ്പ്, ഇപ്പൊ രുക്മിണിയുടെ ഒക്കെ വിവാഹത്തിന് മുമ്പ് അവിടെ കഥയുണ്ട്, കുലദേവിയെ പൂജിക്കാൻ പോയതായിട്ട് കഥയുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പൊ ഈ കുലദേവി പൂജയുടെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, ഇഷ്ടദേവൻ നമുക്ക് വേറെ ആവാം, നമ്മൾ മന്ത്രം ചൊല്ലുന്നതൊക്കെ വേറെ ആകാം, ഭജന ചൊല്ലുന്നതൊക്കെ വേറെ ആകാം. പക്ഷേ നമ്മുടെ പൂജാമുറിയില്, നമ്മുടെ അൾട്ടറില് നമ്മുടെ കുലദേവിയോ കുലദേവതയോ ആരാണുള്ളത് അവരുടെ ഒരു സങ്കല്പം വേണം. അവരുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഓക്കെ, ആ ഫോട്ടോ വയ്ക്കുക. വിഗ്രഹം ഉണ്ടെങ്കിൽ ഓക്കെ, അത് വയ്ക്കുക. ഇതൊന്നുമില്ലെങ്കിൽ ഒരു കല്ലോ ഒരു വസ്തു എന്തെങ്കിലും അതിന് യോജിക്കുന്ന ഒരു വസ്തു അവിടെ സ്ഥാപിച്ച് കുലദേവതയെ അതിൽ സങ്കല്പിച്ച് പൂജിക്കുക. കുലദേവതയെ പൂജിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന ജ്യോതിഷപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും വീട്ടിലെ ഗൃഹസ്ഥാശ്രമത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും ഒക്കെ കാരണമായിട്ട് ഈ പറയുന്ന സെൽ ബയോളജിയായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞാൽ കുലദേവത ആരാധന നമ്മുടെ പൂർവികർ എന്നോ ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നു. ഇത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിൽ സൂക്ഷ്മമായിട്ട് പ്രവേശിച്ചിട്ടുണ്ട്. അതിനനുകൂലമായ ഒരു ചിന്തനം, അതിനനുകൂലമായ ഒരു പരിസ്ഥിതി നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ഇങ്ങനെ ചെയ്തുകൊണ്ട്. അത്രേ ഉള്ളൂ അതിന്റെ ഒരു സയൻസ് എന്നുള്ള വശം. ഇനി പറയേണ്ട മുഖ്യമായിട്ടുള്ള വിഷയം വിവാഹത്തെ കുറിച്ചാണ്. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ബേസിക്കലി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് വെച്ചിട്ടാണ് ഇനി നമ്മൾ വിവാഹത്തെ കുറിച്ച് സംസാരിക്കുന്നത്. കാരണം വിവാഹത്തിൽ ഇന്ന് സംഭവിച്ചിരിക്കുന്ന ഒരു പ്രശ്നം, നമ്മളിപ്പോൾ സയൻസ് പഠിക്കുമ്പോൾ ബാക്കിയൊക്കെ ചില സാധാരണ രീതിയിൽ നോക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു പുരുഷൻ, അപ്പോൾ ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒരുമിച്ച് താമസിച്ചാൽ അവര് സന്താനോത്പത്തി ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരിൽ നിന്ന് സന്താനങ്ങൾ ഉണ്ടാകും. അപ്പൊ അത് തന്നെയാണ് കുടുംബം എന്ന് പറയുന്നത്. അതായത് ഒരു സ്ത്രീ പുരുഷൻ ഒരുമിച്ച് വിവാഹം കഴിച്ചോ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് മാരേജ് ചെയ്തോ, ഇപ്പോഴാണെങ്കിൽ വേറൊരു എന്തോ ഒരു പദ്ധതി ഉണ്ടല്ലോ, ഒരു എന്താ പറയാ എന്താ ലിവിങ് ടുഗെദർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടി, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്ത് രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുക, അതിൽ നിന്നൊരു സന്താനോത്പത്തി ഉണ്ടാവുക. അപ്പൊ പിന്നെ ജീവിതമായി എന്നാണ്. പിന്നെ ചിലർ സന്താനം ആഗ്രഹിക്കാതെ തന്നെ ഒരുമിച്ച് ജീവിക്കുന്നു. പക്ഷേ നമ്മുടെ ധർമ്മത്തിന്റെ നേരത്തെ ഞാൻ പറഞ്ഞ അടിസ്ഥാന തത്വം എന്ന് പറഞ്ഞതിൽ ഗൃഹസ്ഥാശ്രമത്തെ കുറിച്ച് പറഞ്ഞു. അതില് ഏറ്റവും പ്രധാനമർഹിക്കുന്ന സന്യാസം എത്രയാണോ മഹത്വം അർഹിക്കുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ധർമ്മത്തെ സംബന്ധിച്ചിടത്തോളം, ധർമ്മ ആചാര്യന്മാരായിട്ട് അല്ലെങ്കിൽ ധർമ്മത്തിൽ ജീവിക്കുന്നവരായിട്ട് സന്യാസിമാർ വേണമെന്നുണ്ട്. എല്ലാ മതങ്ങളിലും അതുണ്ട്, അവരവരുടേതായിട്ടുള്ള രീതിയിലുള്ള സന്യാസ പദ്ധതി ചിന്തനങ്ങളൊക്കെ ഉണ്ട്. അതിലും ഏറെ മഹത്വം അർഹിക്കുന്നതാണ് ആ ധർമ്മത്തിലെ ഗൃഹസ്ഥാശ്രമം. ഇപ്പൊ ഹിന്ദു ധർമ്മത്തില് വിശേഷിച്ച് ഗൃഹസ്ഥാശ്രമം പൊളിഞ്ഞു പോയാൽ നമ്മുടെ എല്ലാം പോയി. ഭാരതീയത തന്നെ ഇല്ല. കാരണം ഗൃഹസ്ഥാശ്രമം ബേസ് ചെയ്താണ് ഭാരതീയ തത്വശാസ്ത്രം, ഭാരതീയ ജീവിതം നിലനിൽക്കുന്നത്. ഇതിനെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഇന്നത്തെ ഒരു ചിന്താഗതി വെച്ച് നോക്കിയാൽ, കാരണം ഇവിടെ ഇപ്പൊ ചെറുപ്പക്കാര് അധികം പേരില്ല. നിങ്ങളൊക്കെ ഒരു 25 വർഷം 30 വർഷം മുമ്പ് തലമുറയിലുള്ള ഒരു പൂർവ്വ തലമുറ എന്ന് പറയാം. പക്ഷെ നിങ്ങൾ കേട്ടിട്ട് അത് മനസ്സിലാക്കിയിട്ട് ചെറുപ്പക്കാർക്ക് പറഞ്ഞു കൊടുത്താൽ മതി. ഈ ഒരു ചിന്താഗതി നമ്മൾ നോക്കുമ്പോൾ, ഇപ്പൊ ഗൃഹസ്ഥാശ്രമത്തിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നോക്കുമ്പോൾ, വിവാഹം ചെയ്യുന്നത് വെറുതെ ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് താമസിക്കുന്നതല്ല വിവാഹം എന്ന് പറയുന്നത്. അത് അങ്ങനെയല്ല. അതിന് കാരണം
സങ്കര വിവാഹങ്ങൾ ഉണ്ടായാൽ, സങ്കര വിവാഹങ്ങൾ എന്ന് പറയുമ്പോൾ മനസ്സിലാവണല്ലോ എന്താ, മലയാളത്തിൽ സങ്കരം എന്നല്ലേ പറയാം. സങ്കര വിവാഹങ്ങൾ അതായത് ഒരു ജാതിയിൽപ്പെട്ട ആൾ വേറൊരു ജാതിയിൽപ്പെട്ട ആളെ വിവാഹം കഴിക്കുക, അങ്ങനെയൊക്കെ ഉള്ള വിവാഹത്തിനെയാണ് നമ്മൾ സങ്കര വിവാഹം എന്ന് പറയുക. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂ ആണിത്. സങ്കര വിവാഹം കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, സമൂഹത്തിൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ അതേ സയൻസിന്റെ ബേസിൽ പറയുകയാണെങ്കിൽ, സങ്കര വിവാഹം പാടില്ല എന്ന് നമ്മുടെ ശാസ്ത്രം പറഞ്ഞതിന് വേണ്ടതായിട്ടുള്ള തക്കതായിട്ടുള്ള കാരണമുണ്ട്. ഇപ്പോ നമുക്കറിയാം, ഇന്ന് നമുക്ക് കിട്ടുന്ന പച്ചക്കറികള്, പഴങ്ങള്, ഇപ്പൊ നമുക്ക് കിട്ടുന്ന നെല്ല്, എല്ലാ ഐറ്റവും ജനറ്റിക്കലി മോഡിഫൈഡ് ആണ്, അല്ലേ? അതിന് നമ്മൾ പറയുന്നതാണ് ജനറ്റിക്കലി മോഡിഫൈഡ്. ജനറ്റിക്കലി മോഡിഫൈ ചെയ്യുന്നത് എന്താണ്? ഇപ്പൊ നമ്മള് ഒരു നെല്ല് വിത്ത് വിതയ്ക്കണമെന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ ഉൽപ്പാദിപ്പിച്ച നെല്ലിൽ നിന്ന് വിത്തെടുത്ത് വിതയ്ക്കാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യണം? വിത്ത് പ്രത്യേകം വാങ്ങണം. വിത്ത് സപ്ലൈ ചെയ്യുന്ന കമ്പനികളുണ്ട്, അല്ലെങ്കിൽ സർക്കാർ സപ്ലൈ ചെയ്യുന്നുണ്ട്. ആ വിത്ത് വാങ്ങി വേണം വിതയ്ക്കാൻ. പക്ഷെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നെല്ല് നമ്മൾ ഇടുന്ന നെല്ല് തന്നെയാണ് നല്ല നെല്ല് മാറ്റിവെച്ച്, പ്രത്യേകം നെല്ല് മാറ്റിവെച്ച് അത് തന്നെയാണ് പിന്നെ വിത്തായിട്ട് ഉപയോഗിച്ച്, അതിനെന്തോ ഒരു പ്രോസസ്സൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതിനെ വിത്തായിട്ട് ഉപയോഗിച്ചിരുന്നു. അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ഇത് വന്നതിന് ശേഷം ഈ ഒരു നെല്ലിൽ നിന്ന് വിത്ത്, വിത്തിൽ നിന്ന് നെല്ല് എന്നുള്ള സിസ്റ്റം പോയിട്ട്, നമ്മൾ നെല്ല് വിതയ്ക്കുക, അതിൽ നിന്ന് കിട്ടുന്ന അരി നമ്മൾ എടുക്കുക, വീണ്ടും വിത്തിന് വേറെ പൈസ കൊടുത്ത്, നല്ല പൈസ കൊടുത്ത് വിത്ത് വാങ്ങുക, അത് വിതയ്ക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് ചെലവ് കൂടും എന്നുള്ളത് വേറൊരു വശം. അങ്ങനെ സംഭവിച്ചത് എന്തുകൊണ്ടാണ്? അങ്ങനെ സംഭവിക്കാൻ കാരണം, ഇന്ന് നമ്മൾ കഴിക്കുന്ന ചോറ് അല്ലെങ്കിൽ ഈ അരി എന്ന് പറയുന്നത് ഒറിജിനൽ അരിയേ അല്ല. ഒരു 30 വർഷം മുമ്പ് നമ്മൾ ചോറ് കഴിച്ച സ്വാദൊക്കെ ഇപ്പോഴും നമ്മുടെ നാവിൽ ഉണ്ടാവുമല്ലോ. ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് നാവിൽ വരും. ഇപ്പൊ നമുക്ക് നാവിൽ ആ സ്വാദ് ഉണ്ടെന്ന് വെക്കാം. ആ സ്വാദ് ചോറും സാമ്പാറും കൂട്ടി കഴിക്കുമ്പോൾ ഇനി ഉണ്ടാവില്ല. ഇനി നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാകാനും പോകുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു 30 വർഷത്തെ കഥയാണ് നമ്മൾ പറയുന്നത്. 30 വർഷം കൊണ്ട് സംഭവിച്ച ഒരു കാര്യം എന്ന് വെച്ചോ. എന്തായാലും സംഭവിച്ചത് എന്താണ്? ക്രോസ് ചെയ്തു. എല്ലാ നെല്ലിനെയും എല്ലാ സാധനങ്ങളെയും ക്രോസ് ചെയ്ത് അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ ചെയ്ത് അതിലെ ജീൻ ചേഞ്ച് ചെയ്ത് അവരെന്തൊക്കെയോ ഉണ്ടാക്കി. എന്നിട്ട് എല്ലാം ചില കമ്പനികൾ, ഈ കമ്പനികളിൽ 90% കമ്പനികളും വൈദേശിക കമ്പനികളാണ്. അതുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. വൈദേശിക കമ്പനികളുടെ അധീനത്തിലാക്കി ഈ നെൽകൃഷി. ഇതൊരു സാമൂഹ്യ വിഷയമാണ്. അതിലേക്ക് ഞാൻ അധികം പോകുന്നില്ല, കാരണം അത് എനിക്ക് വളരെ താല്പര്യമുള്ള വിഷയമാണ്. പക്ഷെ അതല്ല നമ്മുടെ ഇപ്പോൾ പറയേണ്ട വിഷയം, കാരണം സമയവും നോക്കണമല്ലോ. അങ്ങനെയായി. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ശരിയായിട്ട് ചോറ്, നെല്ലരി, പച്ചരിയും പുഴുക്കലരിയൊക്കെ ചോറ് കഴിച്ചിരുന്നതിന്റെ ആ യഥാർത്ഥ സ്വാധീനി നമുക്ക് ഉണ്ടാകുകയില്ല. കാരണം എന്താണ്? ഈ അരിയുടെ ഗുണങ്ങളെല്ലാം പോയി. വെളിയിൽ നിന്ന് വരുന്ന അരി വിടും. നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാവുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഉള്ളത് ഇപ്പൊ എന്താ ഉള്ളത് അത് തന്നെ, അതിനെ ഉണ്ടാവുമെന്ന് വിചാരിക്കണ്ട. നമ്മൾ കഴിച്ച മത്തങ്ങയോ അല്ലെങ്കിൽ ചുരക്കയോ എന്തെങ്കിലുമൊക്കെ മുമ്പ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ പച്ചക്കറികളുടെ മലയാളം പേരുകളൊക്കെ ഞാൻ മറന്നുപോയി, കുറച്ച് കാലമായിട്ട് ഇവിടെ ഇല്ലാത്ത കാരണം. എന്തായാലും ആ പച്ചക്കറികളൊക്കെ ഇട്ട്, അത് കാരണം പറയുമ്പോൾ ഹിന്ദി പേരുകളാണ് ഓർമ്മ വരിക. അപ്പോ അങ്ങനെയുള്ളത് അതിന്റെ ഒന്നും സ്വാദ് നമുക്ക് ഇവിടെ ഇല്ല. കാരണം എന്താണ്? ഇതിനെയെല്ലാം നമ്മൾ ക്രോസ് ചെയ്തു, സങ്കരം ഉണ്ടാക്കി. അപ്പോ എന്തായതെന്ന് മനസ്സിലായത്? ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്താ മനസ്സിലായത്? നമ്മുടെ ശാസ്ത്രം സങ്കര വിവാഹം ചെയ്യരുത് എന്ന് പറഞ്ഞത് നമ്മുടെ ഹിതത്തിന് വേണ്ടിയിട്ടാണ്. എന്തായിരുന്നു ആ ഹിതം എന്ന് വെച്ചാൽ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ ഓരോ വർഗത്തിൽപ്പെട്ട് വന്ന, ഓരോ ഗോത്രത്തിൽപ്പെട്ട് വന്ന, ഓരോ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് പ്രാക്ടീസ് ചെയ്തു വന്ന ഓരോ കുലത്തിനും ഓരോ സവിശേഷതകൾ ഉണ്ടായിരുന്നു. അവരുടെ സ്പെഷ്യൽ ക്വാളിറ്റീസ്, നൈപുണ്യങ്ങൾ, കൗശലതകൾ, സ്പെഷ്യൽ എക്സ്പെർട്ടീസ്, അങ്ങനെയുള്ളതുണ്ടായിരുന്നു. അത് ആ ഗുണങ്ങള് ക്രോസ് ആയി പോയി കഴിയുമ്പോൾ
അടുത്ത തലമുറയിൽ അത് നഷ്ടപ്പെട്ടു പോകും. ഇതിന്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ആന്ത്രപ്പോളജിയും മറ്റും സെൽ ബയോളജിയും അതുപോലെ തന്നെ ജീനിനെ കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്യുന്നവർക്കറിയാം, ചില ജീനുകൾ തമ്മിൽ ചേരില്ല. ചില ജീനുകൾ തമ്മിൽ ചേരും, നല്ല ഗുണങ്ങൾ സൃഷ്ടിക്കും. പക്ഷേ ചില ജീനുകൾ തമ്മിൽ ക്രോസ് ആയാൽ, എന്തെങ്കിലും സംഭവിച്ചാൽ, ചേഞ്ചസ് വന്നാൽ, അല്ലെങ്കിൽ ഈ പറയുന്ന സെല്ലുകൾക്ക് ചേഞ്ചസ് വന്നാൽ, അത് ഗുണങ്ങളെ നഷ്ടപ്പെടുത്തുകയും രോഗങ്ങളെ ഉണ്ടാക്കുകയും ചെയ്യും. ഇത് രണ്ടാമത്തെ പ്രശ്നം. മൂന്നാമത്തെ പ്രശ്നം, അതായത് ഇമ്മ്യൂൺ സിസ്റ്റം ഇല്ലാണ്ടാകും, ആളിന്റെ സാമർഥ്യം ഇല്ലാണ്ടാകും, ബുദ്ധിശക്തി ഇല്ലാണ്ടാകും, പ്രജനന ശേഷി ഇല്ലാണ്ടാകും. ഇങ്ങനെയൊക്കെയുള്ള വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും അങ്ങനെ ക്രോസ് ആയാൽ. മൂന്നാമത്തെ റീസൺ, അതായത് നമ്മുടെ ഈ വിവാഹം നിശ്ചയിക്കുന്നതിന് മുമ്പ്, ഇപ്പോൾ കുറച്ച് വയസ്സായവരെ കൂടെ ഉണ്ട്, നിങ്ങളൊക്കെ ഇതിലുണ്ട്, കേട്ടിട്ടുണ്ടാവും, ഒരു 7 തലമുറ നോക്കണം, അല്ലെങ്കിൽ 7 ഗോത്രത്തിന്റെ വ്യത്യാസം, 7 തലമുറ എന്നൊക്കെ പറഞ്ഞൊരു സംഗതി ഉണ്ടായിരുന്നു, സപ്തഗോത്ര ഡിഫറൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് സമാന ഗോത്രത്തിലുള്ളവരുടെ പരസ്പര വിവാഹം പാടില്ല എന്നർത്ഥം. ചുരുക്കം അത് തന്നെയാണ്, സമാന ഗോത്രത്തിൽ പാടില്ല. അത് തമ്മിലുള്ള ഒരു കണക്കുണ്ട് അവരുടെ. ആ കണക്കനുസരിച്ച് ചില ദൂരങ്ങളുണ്ട്. നിർണയ സിന്ധു, ഗർഭസിന്ധു എന്നൊക്കെ പറഞ്ഞ ചില ഗ്രന്ഥങ്ങളുണ്ട്. അതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഏതിന്റെ ക്രോസ് എങ്ങനെയൊക്കെ ആവാമെന്ന് സ്മൃതികളും ഉണ്ട് അതിനെ കുറിച്ച്. അത് പറയുന്നത് എന്തിനെന്ന് വെച്ചാല്, ഈ സമാന ഗോത്രത്തിലുള്ളവരുടെ 2 ജീനുകൾ, സമാന സംബന്ധമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ ആ ജീനുകൾ നഷ്ടപ്പെട്ടു പോകും. അതിന്റെ എല്ലാ ക്വാളിറ്റിയും നഷ്ടപ്പെട്ടു പോയി അതിൽ നിന്ന് പിന്നെ പ്രജനന ശേഷി ഇല്ലാണ്ടായി കുലം തന്നെ നഷ്ടപ്പെടും, ക്വാളിറ്റീസ് നഷ്ടപ്പെടും, ഇമ്മ്യൂൺ സിസ്റ്റം ഇല്ലാണ്ടാകും. അങ്ങനെ പോയിട്ട് അതുകൊണ്ടാണ് തൊട്ടടുത്ത ബന്ധുക്കളെ അമ്മ വഴിക്കും അച്ഛൻ വഴിക്കുമായാലും തൊട്ടടുത്ത ബന്ധുക്കളെയൊന്നും വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അത് ഇപ്പോ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രമാണമായിട്ട് ഇഷ്ടം പോലെ വെളിയിൽ വിദേശത്തുള്ള അനേകം രാജകുടുംബങ്ങൾ, വലിയ വലിയ രാജകുടുംബങ്ങൾ മുഴുവൻ പേര് പോലും നമുക്ക് കേൾക്കാൻ പറ്റാതെ നഷ്ടമായി. നമ്മുടെ ഇന്നത്തെ പല രാജകുടുംബങ്ങളും ഇവിടെ നിലവിലുണ്ട് താനും. ഇതിനേക്കാളും വളരെ പ്രഭാവമുണ്ടായിരുന്ന രാജകുടുംബങ്ങളുടെ പേര് പോലും ഇന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവരുടെ ധർമ്മത്തിൽ, അവരുടെ മതത്തിലൊന്നും ഈ വിദ്യ ഇല്ലായിരുന്നു. അവരുടെ മതത്തിലൊക്കെ എന്തായിരുന്നു, ഒരു സ്ത്രീ ഒരു പുരുഷൻ, അവർ വിവാഹം കഴിക്കുക, ഇഷ്ടമാണെങ്കിൽ വിവാഹം കഴിക്കുക, ജീവിക്കുക, കുട്ടികളുണ്ടാക്കുക, അങ്ങനെയായിരുന്നു. പക്ഷേ ഈ രാജകുടുംബങ്ങൾ ലോഭം കൊണ്ട് ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, ഇതൊക്കെ ഇപ്പൊ നെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഹിസ്റ്ററിയാണ് ഞാൻ ഈ പറയുന്നതൊക്കെ. അവർ ലോഭം കൊണ്ട് ചെയ്തതെന്ന് വെച്ചാൽ, അവരുടെ കുടുംബത്തിൽ നിന്ന് മാത്രമേ പരസ്പരം വിവാഹം ചെയ്തിരുന്നുള്ളൂ. കാരണം എന്താണ്, പുറത്തുനിന്ന് വിവാഹം ചെയ്താൽ അവരിലേക്ക് സ്വത്ത് കൈമാറേണ്ടി വരുമല്ലോ, അവർ സ്വത്ത് കൈക്കലാക്കും. അങ്ങനെ വരാതിരിക്കാൻ ലോഭം കൊണ്ട് അവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെ സഹോദരന്മാർ വരെ വിവാഹം കഴിച്ച കഥകളുണ്ട്. അങ്ങനെ വിവാഹം കഴിച്ച് ആ മുഴുവൻ വംശങ്ങള് ഇതേപോലെ പ്രജനശേഷിയില്ലാതെ രോഗങ്ങൾ വന്ന് പിന്നെ വികൃതമായി നശിച്ച് ഇല്ലാണ്ടായി. അപ്പൊ നമ്മുടെ സിസ്റ്റത്തിൽ പറഞ്ഞിരുന്നതിന്റെ സയന്റിഫിക് റീസൺ അങ്ങ് ആലോചിച്ചു. അപ്പൊ ക്രോസ് മാരേജ് എന്ന് പറയുന്നത് നമ്മൾ ബാഹ്യദൃഷ്ടിയിൽ നോക്കുമ്പോൾ ഒരു പ്രശ്നമില്ല. പക്ഷേ അതില് നേരത്തെ ഞാൻ വിത്തിന്റെ കഥ പറഞ്ഞതുപോലെ ക്രോസ് ബ്രീഡായിട്ടുള്ള ഒരു വിത്തും 2ാമതോ 3ാമതോ ജനിപ്പിക്കില്ല. അത് കഴിയുമ്പോൾ വിത്ത് മാറണം. ആദ്യത്തേതിൽ നല്ല ക്വാളിറ്റി ആയിരിക്കും, അതിന്റെ ക്രോസ് അനുസരിച്ചിട്ടുള്ള ക്വാളിറ്റികൾ ഉണ്ടാവും. പക്ഷെ 2ഉം 3ഉം കഴിയുമ്പോഴേക്കും അതിൽ നിന്ന് പിന്നെ ഒന്നും ഉണ്ടാവില്ല. ഇത് എല്ലാ ക്രോസിലും ഉള്ള പ്രശ്നമാണ്. നമ്മുടെ പിന്നെ വിത്തിന്റെ കാര്യത്തിലല്ല, ജീവികളുടെ കാര്യത്തിൽ ഇപ്പൊ എന്താ പറയാ, ഇപ്പോ കുതിരകളുടെ വർഗ്ഗങ്ങളുടെ, അഫ്ഗാനിസ്ഥാനിലുള്ള കുതിരകള്, ഇറാനിലുള്ള കുതിരകള്, ഫ്രാൻസിലുള്ള കുതിരകള്, ഇങ്ങനെ കുതിരകളൊക്കെ വളരെ അറിയാവുന്നതാണ് നമുക്ക്. പലതരത്തിലുള്ള കുതിരകളുണ്ട്. പല രാജ്യങ്ങളിലും നിയമമാണ് ഈ കുതിരകളെ ക്രോസ് ചെയ്യാൻ പാടില്ല എന്ന്.
ഡോബർമാൻ പോലുള്ള പട്ടികൾ, ഡോബർമാൻ്റെ പട്ടികളെയും ക്രോസ് ചെയ്യാൻ പാടില്ല എന്ന് പല രാജ്യങ്ങളിൽ നിയമമുണ്ട്. ഭാരതത്തിൽ അത് വന്നില്ല, ഇനിയിപ്പോ വരും അടുത്ത കാലങ്ങളിൽ. അവർ പട്ടികളെ ക്രോസ് ചെയ്യരുതെന്ന്. എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു? അങ്ങനെ ക്രോസ് ചെയ്താൽ ഡോബർമാൻ എന്നുള്ള പട്ടിയുടെ ഒരു ഗുണമുണ്ട്, അല്ലെങ്കിൽ ഇറാൻ കുതിരയുടെ ഒരു ഗുണമുണ്ട്. ആ കുതിരയുടെ ഗുണം നഷ്ടപ്പെട്ട് അതില്ലാണ്ടാവും. അപ്പൊ കുതിരയ്ക്കും പട്ടിക്കും പൂച്ചയ്ക്കും കോഴിക്കുമുള്ള ഗുണങ്ങൾ നഷ്ടമാകുമെങ്കിൽ ക്രോസ് ചെയ്ത് പോയാൽ മനുഷ്യരുടെ നഷ്ടമാകില്ലേ? എത്ര സരളമായ ശാസ്ത്രമാണെന്ന് നോക്കൂ. ഇതെന്തുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നില്ല? ഇത് പഠിപ്പിക്കുമ്പോൾ ഇത് പിന്നെ എന്താ പറയാ, അതിനെന്താ പറയാ, നമ്മുടെ സംസ്കാരത്തിന്റെ ഹാനിയാണ്, അല്ലെങ്കിൽ സംസ്കാരത്തിന്റെ ഇത് പറയുന്ന പുരാതന സിദ്ധാന്തമാണ്, പഴഞ്ചൻ കഥയാണെന്നൊക്കെ എന്തുകൊണ്ട് പറയുന്നു? കാരണം ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഈ വന്ന പഠിത്തങ്ങളും സ്റ്റഡികളൊന്നും നമ്മുടെ കാരിക്കുലത്തിൽ, നമ്മളെ ബുക്കുകളിൽ ചേർത്തിട്ടില്ല. എവിടെയൊക്കെ അസംസ്കൃതരായിട്ടുള്ള ആൾക്കാർ, അതായത് വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്തവര്, ഞാൻ മധ്യപ്രദേശിലെ അനേകം ഗ്രാമങ്ങളില്, ആദിവാസികളുടെ ഗ്രാമങ്ങളില്, ഇവിടെ അതുപോലെ തന്നെ അരുണാചൽ പ്രദേശിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഈ വിഷയം, നമ്മുടെ സനാതന ധർമ്മത്തിന്റെ മൂലം ആൾക്കാർ പറയുന്നുണ്ടല്ലോ, ഇതെല്ലാം നമ്മുടെ നാഗരികത അല്ലെങ്കിൽ സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള സ്ഥലത്തൊന്നും ഇല്ല എന്ന്. അവിടെയൊക്കെ പോയിട്ട് ഞാൻ ഇക്കാര്യങ്ങള് പല രീതിയിലും സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ഒരു സത്യമുള്ളത്, നമ്മളെക്കാളും ഇക്കാര്യങ്ങളിൽ വളരെ വളരെ ചിട്ടയോടും വിവരത്തോടുമാണ് അവർ ജീവിക്കുന്നത്. അവർക്ക് സയന്റിഫിക് റീസൺ ഒന്നുമില്ല, പക്ഷേ അവിടെ വിവാഹം ചെയ്യുന്നതിനും ഇതിനൊക്കെ ഈ പറഞ്ഞ ചിട്ടകളുണ്ട്. അരുണാചൽ പ്രദേശിൽ ചില ഗോത്രവർഗക്കാരൊക്കെ 7 തലമുറയല്ല, അവർ 11ഉം 14ഉം തലമുറയാണ് നോക്കിയിട്ടാണ് ഡിഫറൻസ് നോക്കുന്നത്, എന്നിട്ട് വിവാഹം ചെയ്യും. അതുകൊണ്ട് അവിടെ രോഗങ്ങളില്ല. ഇത്രയും കൊറോണ ബാധിച്ചു. അരുണാചൽ പ്രദേശിൽ വെളിയിൽ നിന്ന് പോയ 2-3 ആൾക്കാരാണ് മരിച്ചത്. അവിടെയുള്ള ആൾക്കാരും ആരും മരിച്ചില്ല. അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം, അവരുടെ ആഹാര രീതി, അവരുടെ കഴിവുകൾ, ഇത് ആരാണ് ഈ പറയുന്ന? ഒരു ABCD അറിഞ്ഞിടാത്ത ആൾക്കാരാണ്. അവിടെ സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിൽ കുട്ടികളെ പിടിച്ചു കൊണ്ടുവന്ന് താക്കോലിട്ട് പൂട്ടണം, എന്നാലേ കുട്ടികളെ സ്കൂളിൽ ഇരിക്കുള്ളൂ. വിവേകാനന്ദ കേന്ദ്രയുടെ 40ഓളം സ്കൂളുകളുണ്ട്, അവിടെയൊക്കെ നമ്മൾ പോയി. അവർ പറയണം, ആദ്യകാലത്ത് കുട്ടികളെ പിടിച്ച് സ്കൂളിൽ കൊണ്ടിരുത്തണമെങ്കിൽ അതിന് വെളിയിൽ സെക്യൂരിറ്റിയാണ്. ആൾക്കാർ കുട്ടികളെ ഇറങ്ങി ഓടിക്കളഞ്ഞിട്ട് അവര് ബ്രഹ്മപുത്ര നദിയിലേക്കും കാട്ടിലേക്കും ഒക്കെ ഇറങ്ങി പോകും. അവർ തിരിച്ചു പോകും നാട്ടിലേക്ക്. അത് പിന്നെ അച്ഛനും വന്നെങ്കിൽ പ്രശ്നമാവും. അതുകൊണ്ട് ഇവര് കുട്ടികളെ അകത്തിട്ട് പൂട്ടിയിട്ടാണ് പഠിപ്പിക്കുക. എന്നിട്ട് അതിൽ പഠിച്ച് പാസ്സായ ഒരു ഡയറക്ടറായ ഒരു സ്ത്രീ, അവരാണ് നമുക്ക് വണ്ടി ഓഫർ ചെയ്ത് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. അവർ സ്വയം പറഞ്ഞതാണ്, എന്നെ ഇങ്ങനെ ടീച്ചർ പിടിച്ച് കെട്ടിയിട്ട് പഠിപ്പിച്ചതാണ്, ഇന്ന് ഞാൻ ഈ ഡയറക്ടറായി ഇവിടെ ഇരിക്കും. കാരണം എന്താണ്? അവർക്ക് വിദ്യാഭ്യാസമായിട്ട് യാതൊരു ബന്ധമില്ല, ധനമായിട്ട് പൈസയായിട്ട് ബന്ധമില്ല. ഇപ്പോഴാണ് അവർ കുറച്ച് പൈസയുടെ വിലയൊക്കെ മനസ്സിലാക്കണേ. 500 രൂപ നോട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര എന്തോ സാധനമാണെന്ന്, അല്ലെങ്കിൽ അതിനൊന്നും അവർക്ക്. പക്ഷെ അവരുടെ ജീവിത ചിട്ടകള് നമ്മൾ നോക്കിയാൽ നമ്മുടെ സിവിലൈസേഷൻ ഒന്നുമല്ല. ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടക്കുന്നത്? പത്രത്തിലെ വാർത്തകളും ഭരണ വാർത്തകളൊന്നും പറയണ്ടല്ലോ, ഇതൊക്കെയല്ലേ ഓരോ ദിവസം കേൾക്കുന്ന കഥകൾ. എത്ര വികൃതമായി, എത്ര മാരകമായി നോക്കൂ. അതിന്റെ കാരണം എന്താണ്? ജീവിതത്തിലെ ഒരു ഘട്ടത്തിലും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല, ഒരു വിഷയത്തിലും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ഫുൾ അൺസാറ്റിസ്ഫൈഡ് ആണ് നമ്മുടെ ജീവിതം. വെളിയിൽ കാണിക്കാൻ ഇങ്ങനെ മോടി പിടിപ്പിച്ച് നമ്മൾ നടക്കുന്നതല്ലാണ്ട് ഉള്ളിലെ കുടുംബപരമായിട്ടോ സാമൂഹ്യപരമായിട്ടോ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ ശാരീരികമായിട്ടോ ലൈംഗികമായിട്ടോ ഏത് രീതിയിൽ പറഞ്ഞാലും അൺസാറ്റിസ്ഫൈഡ് ആണ് നമ്മുടെ ജീവിതം. ഇങ്ങനൊരു സമൂഹം കുറച്ചു കാലം കഴിഞ്ഞാൽ എന്താവും എന്ന് ആലോചിച്ച് നോക്കൂ. എത്ര മാരകമായ സ്ഥിതിയായിരിക്കും. ഇതൊന്നും നമുക്ക് പഠിപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ നമ്മൾ താല്പര്യപ്പെടുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഇവിടെ വിഭാഗീയതയോ വർഗീയതയോ ഒക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിപ്പിച്ച് വോട്ട് പിടിക്കാനും ബാക്കിയൊക്കെ ഉള്ള ആൾക്കാർക്ക് ശ്രമമുണ്ട്. അത് നടക്കുന്നുണ്ട്, അത് കുഴപ്പമില്ല. പക്ഷെ ഇത്തരം വേണ്ടത്ത കാര്യങ്ങളിൽ ഇപ്പൊ നമ്മൾ സാധാരണ പറയുന്ന ഒരു കാര്യമാണല്ലോ, ഇപ്പൊ പല സ്ഥലത്തും ബോർഡുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും, നാടൻ ഭക്ഷണം, വീട്ടുഭക്ഷണം എന്നൊക്കെ എഴുതി. ഞാൻ കുറച്ചു കാലം കഴിഞ്ഞ വർഷം 2 വർഷം മുമ്പ് വന്നപ്പോഴാണ് ഇത് രസകരമായിട്ടുള്ള ബോർഡുകൾ. ഇതെന്താണ് ഇങ്ങനൊരു മാറ്റം? എന്താണ് നാടൻ ഭക്ഷണം? പണ്ട് എഴുതിയിരുന്നത് എന്താ പറയാ, അമേരിക്കൻ ഭക്ഷണമൊന്നും അല്ലെങ്കിൽ മറ്റേ വേറെ ഒന്നൊക്കെ എഴുതിയിരുന്നത്. ഇപ്പോ എല്ലാം അങ്ങനെയൊക്കെ ആയി. അതിന്റെ കാരണം എന്താണ്? എന്തോ ഒരു പ്രശ്നം ഈ വന്നതിനൊക്കെ ഉണ്ട് എന്ന് ആൾക്കാർക്ക് തോന്നി തുടങ്ങി. ഇവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ള. അപ്പൊ അതിന്റെ അർത്ഥം
ഇത് നമുക്ക് നമ്മളിലേക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. നമ്മളിലേക്ക് തിരിച്ചു പോവുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിത രീതിയിലേക്ക് തിരിച്ചു പോവുക. അത് ശാസ്ത്രീയമാണെന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ ഞാൻ വിവാഹത്തിന്റെ കാര്യം പറഞ്ഞു, അതിന്റെ ഒരു ക്രോസ് ഇതിനെ കുറിച്ചുണ്ടാകുന്ന സാമാന്യമായ ബുദ്ധി. അപ്പൊ ഈ കുതിരയുടെയും പൂച്ചയുടെയും പട്ടിയുടെയും കഥകള് എല്ലാവരും പഠിപ്പിക്കുന്നതാണ്. ഇത് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, ഇങ്ങനെ ചെയ്യുന്നതിന്റെ ദോഷം എന്താണെന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് മനുഷ്യരിലേക്ക് അപ്ലിക്കബിൾ ആക്കുന്നില്ല. അങ്ങനെ ഒരു വർഗദോഷം വരുന്നു. നമ്മള് ഒരു വൈദ്യനെ കാണാൻ പോയി എന്ന് വെച്ചു. ഒരു വൈദ്യനെ കാണാൻ പോവുകയാണ്. നമ്മൾ എങ്ങനെയാ നോക്കുക? അയാള് പരമ്പരയായിട്ട് പൈതൃക വൈദ്യം കിട്ടിയ ആളാണോ എന്നാ നോക്കാം, അല്ലേ? പൈതൃകമായിട്ട് അയാൾ വൈദ്യനാണോ, എന്നുവെച്ചാൽ പിതാപിതാമഹനായിട്ട് പഠിച്ചു വന്ന ആളാണോ? എന്തിനാ അങ്ങനെ നോക്കുന്നത്? എന്തിനാ അങ്ങനെ നോക്കുന്നത്? അതിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? കാരണം ഇതാണ് നമ്മൾ മണ്ടത്തരം എന്ന് പറയുന്നത്. നമ്മൾ മണ്ടന്മാരാക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ കാര്യം അതാണ്. പൈതൃകമായിട്ട് നമ്മൾ വൈദ്യനെ നോക്കണം. അയാളൊന്നും പഠിച്ചിട്ടില്ല, MBBS ഒന്നും പഠിച്ചിട്ടില്ല, പക്ഷെ നാട്ടുവൈദ്യനായിരിക്കാം, പൈതൃക വൈദ്യനാണെന്ന് വെച്ചോളൂ. കാരണം പൈതൃകമായിട്ട് വൈദ്യം പഠിച്ച ആളെന്ന് പറയുമ്പോൾ അയാൾക്ക് അച്ഛനും അച്ഛൻ്റെ അച്ഛനിൽ നിന്നും ചില ഗുണങ്ങള് പൈതൃകമായിട്ട് കൈമാറി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കിട്ടിയ ഗുണം കൊണ്ട് അയാളിൽ അലൗകികമായ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാവും. ഞാൻ അതിന് അലൗകികമാണെന്നാ പറയാ. അതായത് എക്സ്ട്രാ ഓർഡിനറി ഒരു കഴിവുണ്ടാവും. അത് പുസ്തകം പഠിച്ചും മറ്റും വരുന്നതല്ല, അത് ഇൻഡ്യൂഷൻ ലെവലിൽ വരുന്നതാണ്. അതായത് ഈ ജീനിന്റെ പ്രവർത്തനം, നമ്മള് ബ്രെയിനിന്റെ സെൽ പ്രവർത്തനത്തിന്റെയും ബാക്കി ജീനിന്റെ പ്രവർത്തനത്തിന്റെയും പിന്നിൽ നിന്ന് വരുന്നതാണ്. അത് അയാളുടെ DNA തന്നെ ഉള്ളതാണ്. അതിലൊരു എക്സ്പേർട്ട് ആവാൻ, ഒരു സ്പെഷ്യലിസ്റ്റ് ആവാൻ അയാൾക്ക് സാധിക്കും. അപ്പൊ ഇത് സത്യമല്ലേ? ഇതുപോലെ നമ്മളൊരു ശില്പിയെ തേടി പോയി കാണുന്നു. ശില്പവേല ഒരു 10 വർഷം മുമ്പ് സ്കൂൾ കോളേജ്, ഇപ്പൊ ചില കോളേജിലൊക്കെ ശില്പവേലയുടെ ഡിഗ്രിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ ചില കോളേജുകളിലൊക്കെ അവിടെ പോയിട്ട് പഠിച്ചു വന്ന ആളാണെന്ന് വെച്ചാൽ അയാളെല്ലാം നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുക. ഇയാൾ പാരമ്പരികമായിട്ട് ശില്പവേല പഠിച്ച ആളാണെങ്കിൽ അയാളെ ആയിരിക്കും നമ്മൾ വിളിക്കുക. ഇങ്ങനെ ഓരോ കാര്യത്തിലും അങ്ങനെയാണ് നമ്മൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അർത്ഥം ആ ഗുണങ്ങൾ ആ വർഗത്തിലൂടെ വരുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് അത്തരം വർഗക്കാരെ നമ്മൾ ക്രോസ് ചെയ്തു വെച്ചോളൂ. ക്രോസ് ചെയ്താൽ എന്താ സംഭവിക്കുക? ശാസ്ത്രം പറയുന്നു, സയൻസ് പറയുന്നു, ഇവരുടെ എല്ലാത്തിലും പറയുന്നു, ഗുണങ്ങൾ നഷ്ടമാകാനുള്ള ഏറെ സാധ്യതകളുണ്ട്. അങ്ങനെ നഷ്ടമായിട്ടുമുണ്ട്. ഇത് പാരമ്പരികമായിട്ട് വന്ന അനേകം ദൃഷ്ടാന്തങ്ങൾ, അതായത് ആയിരക്കണക്കിന് ദൃഷ്ടാന്തങ്ങളുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്നറിയില്ല, നമ്മുടെ രാഷ്ട്രപതിയുടെ സംരക്ഷകന്മാരുണ്ടല്ലോ, അംഗരക്ഷകർ എന്ന് പറഞ്ഞിട്ട്. നമ്മൾ രാഷ്ട്രപതി പുറത്തു പോകുമ്പോഴൊക്കെ ഈ നല്ല ഉയരവും പൊക്കമുള്ള ആൾക്കാർ ഇങ്ങനെ കുതിരപ്പുറത്തിരുന്ന ഒരു 5-6 ആൾക്കാർ ഇങ്ങനെ പോകുന്നതാണ്, അല്ലെ? ഇത് രാഷ്ട്രപതിയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള അംഗരക്ഷകരാണ്. ഇത് ബ്രിട്ടീഷ് കാലത്തിന് തുടങ്ങിയതാണ്. അവര് അങ്ങനെ തന്നെ തുടങ്ങുന്നത്. ഈ അംഗരക്ഷകര് ആർക്കും അംഗരക്ഷകർ ആവാൻ പറ്റില്ല. ഇത് രാജസ്ഥാനിലെ ജയ്പൂരിന് അടുത്തുള്ള ഒരു ഗ്രാമത്തിലെ ഒരു കുലത്തിൽ നിന്ന് വരുന്നവരാണ്. അവരുടെ ഒരു ഫാമിലിയാണ്. ഈ ആ ഫാമിലിയിൽ നിന്നാണ് ഇന്നിപ്പോ ഇതിനെതിരെ ആർക്കും നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് നിങ്ങൾ വാദിക്കില്ല. നാളെ ചിലപ്പോൾ നിങ്ങൾ വാദിച്ചു എന്ന് വരും. ആ സേനയില് അംഗരക്ഷകരാവാൻ ആ ഫാമിലിയിൽ നിന്നുള്ള ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ. കാരണം എന്താണ്? അവർ ഇത്രയും കാലമായിട്ട് അവരുടെ ആ ക്ഷത്രിയത്വം അല്ലെങ്കിൽ ആ ശരീരത്തിന്റെ മികവും ആ വടിവും ഒക്കെ അങ്ങനെ നിലനിർത്താൻ അവർ ഇതുവരെയും ക്രോസ് മാരേജ് ചെയ്തിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് നമ്മൾ അംഗീകരിക്കാതെ, നിയമപരമായിട്ട് അംഗീകരിച്ചു കൊണ്ടുപോകുന്ന കാര്യമാണ്. ആർക്കും അവകാശപ്പെടാൻ പറ്റില്ല. ഇതെങ്ങനെ ഞാൻ അറിഞ്ഞു എന്ന് വെച്ചാല്, എനിക്കിത് അറിയില്ലായിരുന്നു. കാരണം ഇത് ആർക്കും അറിയില്ല. സാധാരണ ഇത് ആരും പുറത്ത് പറയാത്തൊരു കാര്യമാണ്. ഞാൻ അറിഞ്ഞത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു പരിചയമുള്ള ഒരാളിൻ്റെ ഒരു ബന്ധു ഈ വർഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഈ കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു. സ്വാഭാവികമായിട്ട് അവർ ഡൽഹിയിൽ പഠിക്കുന്ന സമയത്ത് കോളേജിലോ സ്നേഹത്തിൽ വന്നു. അത് സ്നേഹം അങ്ങോട്ട് മൂത്തിട്ട് അവർ വിവാഹം ചെയ്യണമെന്നുള്ള സ്ഥിതിയിലെത്തി. പക്ഷേ വൻ പ്രശ്നമായി. കാരണം ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം മലയാളിയാണ്, ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവരിടപെട്ടു.
അവര് വന്നു പ്രശ്നം ഉണ്ടാക്കി, അത് വൻ പ്രശ്നമായി. പിന്നെ അത് എങ്ങനെയായി എന്ന് വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അത് കല്യാണം കഴിക്കാതെ പിരിയേണ്ടി വന്നു. അപ്പൊ അത് നമുക്ക് തോന്നുമ്പോൾ വളരെ ക്രൂരമായിട്ട് തോന്നും. പക്ഷെ അവരതിനെ സയന്റിഫിക്കലി പറഞ്ഞ് മനസ്സിലാക്കി. ആ വർഷത്തിൽ അവർ പറഞ്ഞു നമ്മുടെ കുലത്തിൽ ഇതുവരെ അങ്ങനെയില്ല. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇതാണ് അതിന്റെ കാരണം. നമ്മുടെ കുലത്തിൽ പെൺകുട്ടികൾ കുറവാണ്. ഒരു പെൺകുട്ടി നമുക്ക് പുറത്തു പോയാൽ നമുക്ക് വലിയ നഷ്ടമാണ്. അതുകൊണ്ട് നമുക്കിത് മാരേജ് അനുവദിക്കാൻ പറ്റില്ല, നിങ്ങൾ വേറെ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾക്കും അത് മനസ്സിലായി, സ്നേഹിച്ച ആളും അതിന് മനസ്സിലായി. അവസാനം അത് കോംപ്രമൈസിൽ എത്തിയെന്നാണ് ഞാൻ അവസാനം അറിഞ്ഞത്. പിന്നെ എന്ത് സംഭവിച്ചു എന്നറിയില്ല. അത്രയും വരെ ഞാൻ അറിഞ്ഞിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ കഥ അറിയുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം. അപ്പൊ അതിനെ ഈ പറഞ്ഞതുപോലെ അവര് അതിന്റെ ഫാമിലി ഇതൊക്കെ നോക്കി, അതിന്റെ എന്താ പറയാ വർഗവും ഗോത്രവും ഒക്കെ നോക്കിയിട്ട് അത് തന്നെ ഇപ്പോഴും ഫോളോ ചെയ്യുന്നതുകൊണ്ട് ആ ക്വാളിറ്റീസ് ആ മനുഷ്യനിൽ, ഇപ്പൊ നേരത്തെ ഞാൻ കുതിരയുടെ കഥ പറഞ്ഞതുപോലെ ഇതെല്ലാം അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതുകൊണ്ടാണ് ക്രോസ് മേരെ സങ്കരോ നരകായൈവ കുലഘ്നാനാം കുലസ്യച പതന്തി പിതരൗഹ്യേഷാം ലുപ്തപിണ്ഡോദക ക്രിയാ എന്ന് ഗീതയിൽ തന്നെ പറഞ്ഞത്. ഇതിനെ പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിലെ പ്രബുദ്ധ സമൂഹത്തിലെന്ന് പറയുമ്പോൾ അത് വലിയൊരു സംഭവമായിട്ടാണ്. സങ്കരം എന്തുകൊണ്ട് പാടില്ല എന്ന്. ഇപ്പോ ആൾക്കാർ സഹോദരി സഹോദരനും മാരേജ് ചെയ്ത് ജീവിക്കാമെന്ന് പറയുന്നവരുണ്ട്. അതിനെന്താ പ്രശ്നം എന്ന് പറയുന്നവരാണ്. അത്രയധികം ഒരു നാസ്തികതയിൽ അല്ലെങ്കിൽ ഒരു വിവരമില്ലായ്മയില് നമ്മൾ എത്തിയിരിക്കുന്നു. ഇതിന്റെ ശാസ്ത്രീയതയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നില്ല, അറിയുന്നില്ല എന്നുള്ളത് മറ്റൊരു വിഷയം. ഇതിലുള്ള ആചാരങ്ങൾ. അപ്പൊ ഇതുകൊണ്ടാണ് ഈ കഴിവുകൾ നമ്മൾ നഷ്ടപ്പെടുന്നതും. ഇന്ന് പലർക്കും സന്താനം ഇല്ല എന്നുള്ളൊരു വലിയൊരു വിഷയമാണ്. മാനസികമായിട്ടുള്ള സംഘർഷമുണ്ടെന്നുള്ളത് വലിയൊരു വിഷയമാണ്. ഫാമിലി ലൈഫ് സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളത് വലിയൊരു വിഷയമാണ്. ഇതൊക്കെ എന്തുകൊണ്ട് ആൾക്കാർ സ്റ്റഡി ചെയ്യുന്നില്ല? സ്ത്രീ പുരുഷ സമത്വം നമ്മുടെ സനാതന ധർമ്മത്തിൽ ഉണ്ടായിരുന്നത് പോലെ വേറെ ഒരു ധർമ്മത്തിലും ലോകത്തിലില്ല. അതെങ്ങനെ അവർ ബാലൻസ് ചെയ്തിരുന്നു, എങ്ങനെ അവർ കീപ്പ് ചെയ്തിരുന്നു എന്നുള്ളത് ഈ സിസ്റ്റം അനുസരിച്ച് ഫോളോ ചെയ്താണ് കീപ്പ് ചെയ്യുന്നത്. അതിന് എന്തൊക്കെ അവകാശങ്ങളിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ സ്വയംവരം എന്നൊക്കെയുള്ള പിന്നെ ഇതൊക്കെ ഉണ്ടായിരുന്നു, കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഇന്ന് ഏതെങ്കിലും സമൂഹത്തിന് സ്വയംവരം അംഗീകരിക്കാൻ പറ്റുമോ? അപ്പൊ ഇങ്ങനെ ഏത് രീതിയിൽ നമ്മൾ നോക്കിയാലും നമ്മുടെ സിസ്റ്റത്തിന്റെ ആചാരത്തിന്റെ ഒരു ഗുണം നമുക്കുണ്ട്. നമുക്കിപ്പോൾ ഇന്ന് പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുന്ന, ഇത്രയും ഞാനൊരു ഭൂമിക ഇങ്ങനെ വിസ്തരിച്ച് പറഞ്ഞതിന് കാരണം ഇന്ന് നമ്മൾ പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ശാസ്ത്രത്തെ ഈ ഒരു രീതിയിൽ പഠിക്കാനും ചിന്തിക്കാനും നമ്മുടെ വരുന്ന തലമുറയെ നമ്മൾ പ്രേരിപ്പിക്കുക. നമ്മൾ ആ പറയുന്ന ആഹാര രീതികളും കുറച്ചുകൂടി നമ്മുടെ ആചാരങ്ങളും ജീവിതത്തിലേക്കുള്ള ചിട്ടകളും ഒക്കെ കുറച്ചുകൂടി നമ്മൾ പാലിക്കുക. അതുകൊണ്ട് നമുക്ക് തന്നെ ഗുണമുള്ളൂ, നമ്മുടെ തന്നെ ജീവിതം നന്നാവും, സമൂഹത്തിന് നല്ലൊരു സമൂഹത്തിൽ നമുക്ക് നല്ല സമൂഹത്തെ കൊണ്ടുപോകാൻ കഴിയും. വരും തലമുറയ്ക്ക് അതൊരു നല്ല ഭാവമാകും. അപ്പൊ ധനം ഉണ്ടായത് കൊണ്ടും ബാക്കി സൗകര്യം ഉണ്ടായത് കൊണ്ടൊന്നും ഒരു ജീവിതം ഒരിക്കലും നന്നാവില്ല. എത്രയോ ധനമുള്ളവരെ നിരന്തരം കരഞ്ഞു ദുഃഖിച്ചാണ് ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ജീവിക്കാൻ വേണ്ടി ജീവിക്കുന്നു എന്നുള്ളതുകൊണ്ട്. അതിന് കാരണം നമ്മൾ മൊത്തം സിസ്റ്റത്തോട് ആന്റിയാണ് പ്രവർത്തിക്കുന്നത്. ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാം വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് അതറിയുക. ഇത് ഇപ്പോ ഏറ്റവും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സമൂഹങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇത് പ്രശ്നമായിരിക്കുന്നത്. കുറച്ച് ഗ്രാമങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഉത്തരേന്ത്യയിലും അങ്ങനെയുള്ള ഞാൻ പറഞ്ഞില്ലേ, ആദിവാസികളുടെ ഇടയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഒരു വിഷയമേ ഇല്ല. അതെല്ലാം അവിടെ പെർഫെക്റ്റ് ആണ്. അരുണാചൽ പ്രദേശിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രാമങ്ങളിൽ അവിടുത്തെ എടുത്തിട്ട് അവിടെ വേറൊരാൾക്ക് അവിടെ പ്രവേശിക്കുക എന്നുള്ളത് അൺക്വസ്റ്റ്യനബിൾ ആണ്. അത് സംഭവമേ അല്ല, ഇമ്പോസിബിൾ. അത് അവരങ്ങനെ തന്നെ അത് കീപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിക്കുമ്പോൾ അവര് അപരിഷ്കൃതരാണെന്ന് നമുക്ക് പറയാം. അവരുടെ പരിഷ്കാരങ്ങൾ ഇവിടുത്തെ പോലെ സ്ത്രീകളെ ഉപദ്രവിക്കുന്നതും അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ ഇത്തരത്തിലുള്ള നമുക്ക് വാക്കുകൊണ്ടും ഇതുകൊണ്ടും പറയാൻ പറ്റാത്ത കേസുകൾ ഉണ്ടാവുന്നതും ഇതൊന്നും അവിടെ ഇല്ല. ഇത്രയും വലിയ പോലീസ് സംരക്ഷണവും അവിടെ ഇല്ല. അവിടെ പോലീസ് സ്റ്റേഷൻ പോലും ഇല്ല. പോലീസ് സ്റ്റേഷന്റെ ആവശ്യമില്ല. കാരണം എന്താണ്? ഈ പോലീസ് സ്റ്റേഷൻ പോലീസുകാർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവർ സ്വയം തന്നെ വളരെ ക്ലിയർ ആയിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവിടുത്തെ നിയമം അനുസരിച്ച് പോലീസേ ഇല്ല അവിടെ. നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇതൊക്കെ? ഇന്നിപ്പോ നമ്മുടെ ഇവിടെ കേരളത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു സ്റ്റേഷൻ ഇല്ലാണ്ടാക്കിയുള്ള സ്ഥിതി എന്ന് ആലോചിച്ചോ. അപ്പൊ ഇതാണ് നമ്മുടെ പരിഷ്കാരത്തിൽ വന്ന ഏറ്റവും വലിയ തെറ്റ്, അല്ലെങ്കിൽ നമ്മൾ വഴിവിട്ടു പോയത്. നമ്മൾ പഠിച്ചത് തെറ്റല്ല. നമുക്ക് പഠിക്കാനുള്ള കഴിവുണ്ട്, നമ്മൾ പഠിച്ചു, നമുക്ക് അറിവുണ്ട്, നമ്മൾ ഡിഗ്രി എടുത്തു, പ്രാക്ടീസ് ചെയ്തു, ഇതൊക്കെ ശരി തന്നെ, അതൊക്കെ ആയിക്കോട്ടെ. പക്ഷെ ജീവിതത്തിന്റെ ശരിക്കുള്ള ആചാരങ്ങളിൽ നിന്ന് ആരൊക്കെ മാറിപ്പോയിട്ടുണ്ടോ? എല്ലാ രാജ്യങ്ങളും ഇപ്പോ ദുഃഖിക്കുന്നുണ്ട്. ജപ്പാൻ
ജപ്പാൻ ഏറ്റവും കൂടുതൽ സംഘർഷത്തിലാണ്. കാരണം അവിടെ ഈ പറയുന്ന പ്രശ്നങ്ങൾ, ആൾക്കാർക്ക് കുട്ടികളില്ല എന്നുള്ള പ്രശ്നം, ജനസംഖ്യ ഇല്ലാണ്ടാകുന്നു, ആരും വിവാഹം കഴിക്കാൻ തയ്യാറല്ല, വിവാഹം കഴിക്കുന്നവർക്ക് കുട്ടികൾ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാക്കാൻ അവർ തയ്യാറല്ല. ഇങ്ങനെ പല പല രാജ്യങ്ങളും ആൾക്കാരില്ല. ഇത് മുഴുവൻ ഇപ്പൊ നമ്മള് ഭാരതത്തിൽ നിന്നാണ് ഇപ്പൊ ആൾക്കാരെ സപ്ലൈ ചെയ്തുകൊണ്ട് കൊടുക്കുന്നത്. എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഇവിടുന്ന് ആൾക്കാരെ പറഞ്ഞേക്കാം. ഇപ്പൊ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഇപ്പൊ നമുക്കുണ്ടല്ലോ. അതുകൊണ്ട് ജനസംഖ്യയെ കുറിച്ച് ഭയക്കുകയോ വേണ്ട. ജനസംഖ്യ ഒരു വിഷയമേ അല്ല. കാരണം ജനസംഖ്യ നമ്മളെ ഭയക്കുന്നു, വെറുതെയാണ്. ജനങ്ങള് അല്ലെങ്കിൽ മനുഷ്യരും വലിയൊരു സമ്പത്താണ്, വലിയൊരു ബലമാണ്. അതിനനുസരിച്ച് ജീവിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോ ഭരണഘടനയ്ക്കോ അല്ലെങ്കിൽ ഇതിനെതിരായിട്ടൊന്നും പറയുന്നില്ല. പ്രാക്ടിക്കലി ചിന്തിച്ചാൽ ഇന്ന് നമ്മുടെ സർക്കാരും അല്ലെങ്കിൽ ആ തലത്തിലുള്ള ആൾക്കാരും ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ജനസംഖ്യ കൊണ്ടുള്ള ഉപയോഗം അവർക്ക് മനസ്സിലായി. പണ്ട് ജനങ്ങൾ വലിയ ജനസംഖ്യ കൂടിയാൽ ഉപദ്രവമാകുമെന്നാണ് വിചാരിച്ചിരുന്നത്. വാസ്തവത്തില് ബാക്കിയുള്ള രാജ്യങ്ങൾ നമ്മളെ ഉറ്റുനോക്കുകയാണ്. ഇവർക്ക് ഇത്രയും ജനസംഖ്യ ഉണ്ടല്ലോ, ഇത്രയും വലിയ ശക്തി ഉണ്ടല്ലോ എന്നാണ്. കാരണം എന്താണ്? ജനങ്ങളില്ലാതെ ഒരു രാജ്യം ഇങ്ങനെ നടക്കും. എത്ര തന്നെ മിഷൻ ഉണ്ടായാലും മിഷൻ കൊണ്ട് രാജ്യം നടക്കൊന്നുമില്ലല്ലോ. അപ്പൊ അത് നമ്മൾ വളരെ ഗംഭീരമായിട്ട് അറിയേണ്ട ഒരു വിഷയമാണ്. ഇത് ആചാരങ്ങളുടെ ഒരു രണ്ടാമത്തെ തലം നമ്മൾ സംസാരിച്ചു. നാളെ ഒരു ദിവസം കൂടെയാണ് നമ്മുടെ സംവാദം ഉള്ളത്. നാളെ നമ്മൾ ഇതിൻ്റെ ഒരു മൂന്നാമത്തെ തലം, അതായത് ഇതിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു മൂന്നാമത്തെ തലം, കുറച്ച് ജ്ഞാനത്തിൻ്റെയും ഈ ഒരു രീതിയിൽ ജീവിച്ചുകൊണ്ട് നമുക്ക് 4 പുരുഷാർത്ഥങ്ങൾ സമ്പാദിക്കാൻ നമ്മുടെ പരമ്പരയിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? കാരണം നിത്യകർമ്മങ്ങൾ ഇതൊക്കെ പറയാനുണ്ട്. നിത്യമായിട്ട് ചെയ്യേണ്ട കർമ്മങ്ങൾ, ഇപ്പൊ ഞാനിപ്പോൾ വിവാഹത്തിൽ പറഞ്ഞ വിവാഹത്തിലെ ഗൃഹസ്ഥാശ്രമത്തിൽ ചെയ്യേണ്ട കർമ്മങ്ങൾ, ഇങ്ങനെ ഒരുപാട് വിശദമായിട്ട് പറയാനുണ്ട്. അതൊക്കെ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ പറയാം. അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിലൊക്കെ അത് നമ്മൾ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. ആശ്രമധർമ്മങ്ങളെന്നും ഗൃഹസ്ഥാശ്രമ ധർമ്മങ്ങളെന്നും പറഞ്ഞിട്ട് സംസാരിച്ച ക്ലാസ്സുകളുണ്ട്. അതിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ നമ്മൾ ഓൺലൈനിൽ ഇപ്പോൾ ചില ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. മലയാളത്തിൽ വിഷ്ണു സഹസ്രനാമവും ഇംഗ്ലീഷിൽ പഞ്ചദശിയും സംസ്കൃതത്തിലുമൊക്കെ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ആൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് നാളെ ഇപ്പോൾ ഈ കേട്ട 2 ദിവസം കേട്ട വിഷയങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ ചോദ്യങ്ങളായിട്ട് നാളെ ചോദിക്കാം. നാളെ ഒരു അരമണിക്കൂറോളം ചോദ്യോത്തരത്തിന് വെക്കുന്നതായിരിക്കും. കാരണം ഇപ്പം ഈ കേട്ടതെന്നൊക്കെ പലതും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനും വിശദീകരണത്തിനൊക്കെ താല്പര്യം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒരു അരമണിക്കൂർ ചോദ്യോത്തരം ഉണ്ടാവും. അപ്പോൾ അതിന് തയ്യാറായി ചോദ്യങ്ങളൊക്കെ നല്ല വിശദമായിട്ട് ചിന്തിച്ച് തയ്യാറായി വരിക. നാളെ നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്. ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ.